ഞാൻ ഇന്ന് രാത്രി ഈ ദേശത്തേക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. വേദപുസ്തകത്തിനകത്ത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടി സംഭവിച്ച അത്യപൂർവമായ ചില സംഭവങ്ങൾ. ബൈബിൾ പറയുന്നത് യേശുവിന്റെ മരണത്തോടുകൂടി ഭൂമിയിൽ സംഭവിച്ചത് നാച്ചുറൽ കാര്യങ്ങളല്ല, സാധാരണ കാര്യങ്ങളല്ല, സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ, അസാധാരണ കാര്യങ്ങൾ, പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങളല്ല, പ്രകൃത്യാതീതമായ കാര്യങ്ങൾ, ഭൂമിയുടെ നിയമത്തിനും അപ്പുറമായ കാര്യങ്ങൾ, പ്രപഞ്ച നിയമത്തിനും അപ്പുറമായ കാര്യങ്ങൾ. യേശു മരിച്ചപ്പോൾ, യേശു തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഈ ഭൂമിയിൽ നടന്ന അതിശക്തമായതും അത്യത്ഭുതമായ പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറലായ അപൂർവ സംഭവങ്ങൾ അഭിഷക്തൻ ഇപ്പോൾ മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 51 നിന്നും അതിന്റെ 54 വരെയുള്ള വേദഭാഗങ്ങൾ അഭിഷക്തൻ വായിച്ചു കേൾപ്പിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കേട്ടിരുന്നതിനു ശേഷം അതിനകത്തു നിന്നും ഒരു വലിയ സത്യം നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കാൻ പോവുകയാണ്. പ്ലീസ് പാസ്റ്റർ. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. യേശു പ്രാണനെ ക്രൂശിൽ വച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് മാനവ ലോകത്തിനു വേണ്ടി യേശു തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഒരുമിച്ച് ആമേൻ പറഞ്ഞേ. യെസ് പാസ്റ്റർ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. അടുത്ത വാക്ക് കല്ലറകൾ തുറന്നു. ചേർന്ന് ആമേൻ പറഞ്ഞേ. കല്ലറകൾ തുറന്നു. അത് ഒരുമിച്ചൊന്ന് പറയണം. കല്ലറകൾ തുറന്നു. പാസ്റ്റർമാര് പറയുന്നുണ്ട്, പക്ഷെ ഓഡിയൻസ് പറയുന്നില്ല. കല്ലറകൾ തുറന്നു. അടുത്ത വാക്ക് പാസ്റ്റർ. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ്. ഒന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേറ്റ്. അയ്യോ, ഇവരിപ്പ സാറുമാര് പിന്നെ ഭർത്താക്കന്മാരായിട്ടിരിക്കുകയാണ്. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഞാൻ ഭർത്താവാണ്, എന്നെ ആരും ഹല്ലേലൂയ പറയിപ്പിക്കില്ല. എന്നാലും സാറുമാരെ ഒന്ന് ഹല്ലേലൂയൊക്കെ പറയുന്നത് നല്ലതാണ്. ഓക്കെ, ആമേൻ. രണ്ടു വാക്ക് ശ്രദ്ധിക്കൂ. യേശു മരണത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹെരോദാവ് വച്ച കല്ലറ അടയുന്നതിന് മുമ്പ് വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നെന്നാണ്. കല്ലറ തുറന്നു. വിശുദ്ധന്മാർ, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ പലരും ഉയർത്തെഴുന്നേറ്റു. യെസ് പാസ്റ്റർ. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായ സംഭവങ്ങൾ കണ്ടിട്ട് അവൻ ദൈവപുത്രൻ, യേശു ക്രിസ്തു ദൈവപുത്രൻ ആയിരുന്നു, സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ബൈബിളുകളെല്ലാം അടച്ചു വയ്ക്കുക. ആരാധിക്കാനും സ്വീകരിക്കാനും വചനം സ്വീകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന ലെവലിൽ ഇരിക്കുക. കൈയടിച്ചാൽ അടുത്തിരിക്കുന്ന മറിയാമാൻഡിയുടെ നെഞ്ചത്ത് കൊള്ളുന്ന ലെവലിൽ ഇരിക്കരുത്. ഇനി തൊട്ടടുത്താണ് ആൾ ഇരിക്കുന്നതെങ്കിൽ മുട്ടെടുത്ത് ഇടിച്ച് കയറ്റരുത്. എന്നിട്ട് പറയരുത് എൻ്റെ അഭിഷേകം വന്നതാണ്. അങ്ങനെയും ചിലർക്ക് അഭിഷേകമുണ്ട്. ഒരു കാലം. എന്നാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ അധരത്തിലൂടെ തുറന്നു വരുന്ന, ഒരു പ്രവാചകന്റെ അധരത്തിലൂടെ തുറന്നു വരുന്ന, ഒരു അപ്പോസ്തലന്റെ അധരത്തിലൂടെ തുറന്നു വരുന്ന ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കണം. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഏതോ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ചു വച്ച കുറെ അക്ഷരവാക്കുകൾ അച്ചടിച്ചു വച്ച ഒരു പുസ്തകമല്ല. ഈ പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇതൊരു മതഗ്രന്ഥമല്ല, ഇതൊരു സൂപ്പർ നാച്ചുറൽ ബുക്കാണ്. ആമേൻ പറയുന്നില്ല.
കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട ബുക്ക് ക്രിസ്ത്യാനിറ്റി എന്ന മതത്തിന്റെ അടിവേര് വയ്ക്കാൻ ഇന്ത്യയിൽ കടന്നു വന്ന മതഗ്രന്ഥമല്ല. സാധാരണക്കാരുടെ കൂടെ ദൈവം ഇറങ്ങി നിന്നപ്പോൾ, സാധാരണ മനുഷ്യരുടെ കൂടെ ദൈവം ഒരുമിച്ച് നിന്നപ്പോൾ, അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കൂടെ പരാജയപ്പെട്ട ഒരു കൂട്ടം പേർ നിന്നപ്പോൾ അവരിലൂടെ ദൈവം ചെയ്ത സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ പുസ്തകമാണിത്. ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ദൈവശബ്ദത്തിന് ദൈവശാസ്ത്രത്തിന്റെ പഠനം പഠിച്ചാൽ രണ്ടു വാക്കുകൾ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് കിടക്കുന്ന വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം, ദൈവവചനം, ദൈവത്തിന്റെ ശ്വാസം, ആത്മാവിനാൽ നിർവചിക്കപ്പെട്ട വചനം, ആദിയിലുണ്ടായിരുന്ന വചനം. കേട്ടോ കേട്ടോ, ആദിയിലെ വചനം, ആദിയിലെ വചനം, ഭൂമിയെ ഉണ്ടാക്കിയ വചനം, മനുഷ്യനെ ഉണ്ടാക്കിയ വചനം, ഭൂമിക്ക് വെളിച്ചം കൊടുത്ത വചനം, വെളിച്ചത്തിന് ശേഷം ജീവൻ പകർന്ന വചനം, ജീവനും വെളിച്ചവും സ്നേഹവും കൊണ്ടുവന്ന വചനം, ആദിയിലെ വചനം. ഇന്ന് രാത്രി ഇവിടെ തുറക്കുന്നത് ആദിയിലെ വചനമാണ്. ഈ വചനത്തിന് രണ്ട് പേരുകൾ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ രണ്ട് പേരുകളിൽ ഒന്ന് ലോഗോസ് എന്നാണ്, രണ്ട് റെമ എന്നാണ്. ഒരു തലമുറ എന്നെ കേൾക്കുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ ആധികാരികമായി ഞാൻ സംസാരിക്കുന്നത്. മുമ്പിലിരിക്കുന്ന ജനറേഷൻ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനൊരു തലമുറയുടെ ശുശ്രൂഷകനാണ്. എന്റെ മിനിസ്ട്രിയിൽ 13-ലധികം പാസ്റ്റേഴ്സ് ഉണ്ട്. 13 പാസ്റ്റേഴ്സിനകത്ത് വിമൻസ് പാസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രായം കൂടിയ പാസ്റ്റർ ഞാനാണ്. ഒരു ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞില്ല. 22 വയസ്സുള്ള പാസ്റ്റർ എനിക്കുണ്ട്. അവന്റെ ചർച്ചിൽ 100-ലധികം ആൾക്കാരുണ്ട്. പട്ടണത്തിലെ എന്റെ ചർച്ചിൽ 80% ചെറുപ്പക്കാരാണ്. എന്തിനാ ഞാൻ പറഞ്ഞേ? ഒരു തലമുറ ഇവിടെ നശിക്കുമ്പോൾ അടുത്ത തലമുറയെ ദൈവം അടുത്ത തീയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാനായി പറഞ്ഞത്. പിശാച് എന്റെ മകനെ കൊണ്ടുപോയി, ദുരാത്മാവ് എന്റെ മകനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയാതെ, അതേ കൊണ്ടുപോയ മകനെ പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാൻ ആ മകൻ നിന്റെ വീടിന് വത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ആ മകന്റെ കാൽക്കൽ ചെന്ന് അവനെ തൊട്ടിട്ട് പറയണം, നീ ഒരു അഭിഷക്തനാണ്, നീ അടുത്തൊരു ഉണർവാണ്, നീയാണ് ഈ പട്ടണത്തിൽ ദൈവനാമത്തെ ഉയർത്താൻ പോകുന്നതെന്ന് പ്രവചിക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ടോ? വിശ്വാസമുള്ള അപ്പന്മാരുണ്ടോ? എങ്കിൽ ചരിത്രം നിന്റെ വിശ്വാസത്താൽ വീണ്ടും തിരിയും. ഇന്ന് രാത്രി ആത്മാവിനോട് വീണ്ടും പ്രവചിക്കാൻ പറയുന്നു. 28 വയസ്സുള്ള ഒരു മകൾക്ക് വേണ്ടി കരയുന്നമ്മേ, ഇന്ന് രാത്രി നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രാത്രി ഇവിടെ ഇരുന്നു എന്ന കാരണത്താൽ ഈ കൺവെൻഷന്റെ ഒന്നാമത്തെ അടയാളം ചില തലമുറകളുടെ വിടുതലായിരിക്കും. ഈ വർഷത്തെ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട അടയാളം അത് വിശ്വസിക്കാൻ ഇതിനകത്താളുണ്ടെങ്കിൽ 3-ലധികം പ്രാവശ്യം രാജ്യങ്ങളിൽ പോയി പരാജയപ്പെട്ട് വീണ്ടും നാട്ടിൽ തിരിച്ചു വന്ന് പരാജയ കഥ പറയുന്ന, കടത്തിന്റെ കഥ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ രാത്രി ആത്മാവ് പറയുന്നു, നീ കടത്തിന്റെ കഥ പറയേണ്ടവനല്ല, നീ പരാജയത്തിന്റെ കഥ പറയേണ്ടവനല്ല. കാരണം നിന്റെ നായകൻ മരിച്ചിട്ട് പോയവനല്ല, മരണത്തെ ജയിച്ചിട്ട് പോയവനാണ്. കാരവാടിച്ച് ശബ്ദം ഉയർത്തി അങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ മേൽ വഴി തുറക്കുന്നു. അവന്റെ മേൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട്. അവൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ബ്രദർ, ഇന്നു രാത്രി ഞാൻ ഉയർത്തുന്നത് കല്ലറ കൊണ്ട് അവസാനിച്ചവരെയല്ല, മരണത്തെ അവസാനിപ്പിച്ചവരെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ അധിഷ്ഠിതമായ ദൈവവചനത്തിന്റെ രണ്ട് പേരുകൾ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നു. അതിലൊന്ന് ലോഗോസ് എന്നാണ്, രണ്ട് റിമ എന്നാണ്. ലോഗോസ് എന്ന പദത്തിന്റെ അർത്ഥം എഴുതപ്പെട്ട വചനം. പ്രവാചകന്മാരിലൂടെ, തന്റെ അഭിഷക്തന്മാരിലൂടെ, തന്റെ ദൈവഭൃത്യന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവിൽ അവർ അധികാരികളായി ദൈവത്തിന്റെ വചനത്തെ അവരിലൂടെ ദൈവം വെളിപ്പെടുത്തി. അത് എഴുതപ്പെട്ടു, അത് രചിക്കപ്പെട്ടു, അത് പ്രവചിക്കപ്പെട്ടു, അത്
പുറത്തു വന്നു. എന്നാൽ ഈ വചനത്തിന് രണ്ടാമത്തെ ഒരു പദമുണ്ട്. ആദ്യമായി വന്നവർ കേൾക്കുന്നുണ്ടോ? എന്റെ കയ്യിലിരിക്കുന്ന, ഞങ്ങൾ വായിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമെന്നും ഞങ്ങളുടെ കാലിന് പ്രകാശം, പാതയ്ക്ക് വെളിച്ചമെന്നും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഇരുട്ടിനകത്തും കണ്ണു തുറന്നു കാണാൻ ഞങ്ങൾക്ക് വെളിച്ചമായി ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന ഈ വചനത്തെയാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. എത്ര വലിയ അന്ധകാരത്തിനകത്തും, എത്ര വലിയ ബന്ധനത്തിനകത്തും, എത്ര വലിയ ഇരുട്ടിനകത്തും ഒരു മനുഷ്യന് വഴികാട്ടിയായി മാറുന്ന, ഒരു മനുഷ്യന് വെളിച്ചമായി മാറുന്ന ദൈവത്തിന്റെ തിരുവഴുത്തായ ദൈവത്തിന്റെ വചനം. അന്ധകാരത്തിനകത്ത് തപ്പിത്തടഞ്ഞ് നീ മുങ്ങിത്താണപ്പോൾ, മുമ്പിൽ എന്തെന്നറിയാതെ നിന്നപ്പോൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ ഈ വചനം നിനക്ക് വെളിച്ചമായി മാറിയില്ലേ? അങ്ങനെയൊക്കെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരും നിന്നെ സഹായിക്കാനില്ലായിരുന്നു, ആരും നിനക്ക് നല്ല വാക്ക് പറയാനില്ലായിരുന്നു, ആരും ഒരു സപ്പോർട്ടിനില്ലായിരുന്നു, ആരും നിന്നോട് പ്രാർത്ഥിക്കാൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ആ വേദനയിൽ നീ ബൈബിൾ തുറന്നപ്പോൾ ഒരു വചനം നിന്നോട് സംസാരിച്ചില്ലേ? ആ വചനമല്ലേ നിന്റെ കൈക്ക് പിടിച്ചു നടത്തിയത്? ഓ ജീസസ്, ഈ ടെന്റിനകത്ത് ഇന്ന് രാത്രി വചനം ഇറങ്ങി വരും. എന്റെ പ്രസംഗ വചനം അല്ലെങ്കിൽ ഈ ബൈബിളിലെ വചനം ഈ പുസ്തകത്തിൽ ഇരിക്കുന്നതല്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് ആളത്വമായി ഇറങ്ങി വരുന്ന വചനമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇത് കുറെ പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാനുള്ള ക്രിസ്തീയ വിഷയങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഗ്രന്ഥമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഈ വചനം അതിന്റെ ആളത്വമായി നിന്റെ അടുക്കൽ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കണം. പക്ഷെ വിശ്വസിക്കണം. ഈ വചനത്തിന് രണ്ടു പേരുണ്ട്. ഒന്ന് ലോഗോസ്, എഴുതപ്പെട്ട വചനം. രണ്ട് റെമ, വെളിപ്പെട്ട വചനം. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇത് എഴുതപ്പെട്ട വചനം മാത്രമല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് വെളിപ്പെട്ടു വരും. അപ്പോസ്തലന്മാർ ഇങ്ങനെ പറഞ്ഞു, ആദിയിലെ വചനമായവൻ അവൻ ജഡാവതാരമെടുത്ത് മനുഷ്യനെ പോലെ ആയിത്തീർന്നു. അർത്ഥം, ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആയിത്തീരും. ഇന്ന് രാത്രി നിനക്കൊരു രോഗസൗഖ്യം ആവശ്യമുണ്ടോ? വചനം താങ്കൾക്ക് വേണ്ടി സൗഖ്യമായി തീരും. ഇന്ന് രാത്രി ഒരു വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? വചനം നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതലായി തീരും. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ ഒരു ആവശ്യം കിടക്കുന്നത്, ഒരു ആവശ്യം കിടക്കുന്നത്, അവിടെ നിങ്ങളുടെ അരികിലൂടെ ഈ വചനം ഇന്ന് രാത്രി ഇറങ്ങിപ്പോകും. ഒരിക്കൽ ഈ വചനം ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ അവൻ മനുഷ്യ വേഷധാരിയായി ചലിച്ചപ്പോൾ 12 വർഷം രക്തസ്രവമുള്ള, സാധ്യതകൾ അവസാനിച്ച, ഇനി മരണം മാത്രം മുന്നിലുള്ള, പുറത്തിറങ്ങാൻ അവകാശമില്ലാത്ത ഒരു സ്ത്രീയുടെ അകത്ത് ഒരു വിശ്വാസം ജനിച്ചു. എനിക്ക് അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ അടിയിലൂടെ പാസ് ചെയ്യും. ഈ രാത്രി ആത്മാവിൽ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം ജഡാവതാരമെടുത്ത് നിങ്ങളുടെ അടിയിലൂടെ നടക്കും. ഈ രാത്രി വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് വചനമാണോ കേൾക്കുന്നത് അത് ആളത്വമായി ഇവിടെ ഇറങ്ങി നടക്കും. തൊടാൻ കഴിയുന്നവർ, സ്വീകരിക്കാൻ കഴിയുന്നവർ, അവൻ തൊടാൻ കഴിയുന്നവർ നാളെയല്ല ഇന്ന് രാത്രി ഇപ്പോൾ വിടുതൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ വചനത്തിന് വെളിപ്പെടാനുള്ള ശക്തിയുണ്ട്. ഈ വചനത്തിന് വെളിപ്പെടാനുള്ള ശക്തിയുണ്ട്. ഈ വചനത്തിന് വെളിപ്പെടാനുള്ള ശക്തിയുണ്ട്. യേശു കർത്താവിന്റെ ക്രൂശു മരണത്തോടുകൂടി സംഭവിച്ച അത്യപൂർവമായ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനകത്തുനിന്ന് ഒറ്റ വാക്കാണ് ഇന്ന് രാത്രി ഈ പട്ടണത്തോട് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ജനത്തോട് മാത്രമല്ല, എൻ്റെ സന്ദേശം ഈ ദേശത്തോടാണ്. എൻ്റെ സന്ദേശം ഈ ദേശത്തെ വാഴുന്ന ഇരുട്ടിനോടാണ്. എൻ്റെ സുവിശേഷം ഈ ദേശത്തിലെ ജനങ്ങളെ അജ്ഞതയ്ക്കകത്തിട്ടിരിക്കുന്ന, ഈ ദേശത്തിലെ ജനങ്ങളെ അവൻ അജ്ഞതയ്ക്കകത്തിട്ടിരിക്കുന്ന, എത്ര സത്യത്തിന്റെ വെളിച്ചം അവരുടെ ഉള്ളിൽ വന്നിട്ടും ആ ഇരുട്ട് അവരെ അന്ധകാരത്തിലിട്ട് ആ വെളിച്ചം പ്രകാശിക്കാതെ ഈ ദേശത്തെ അജ്ഞതയിൽ വച്ചിരിക്കുന്ന സകല അജ്ഞതയുടെ ആത്മാവിനുമെതിരെ ഇന്നു രാത്രി യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിന്റെ സുവിശേഷം അത് ഈ പട്ടണത്തിൽ ആത്മാവിൽ ഞങ്ങൾ പുറകുകയാണ്. ഓ റബ സൈന്ദരമയ
ഈ രാത്രി പട്ടണത്തിന്റെ സുവിശേഷ യോഗം, എല്ലാവർക്കും വേണ്ടിയുള്ള സുവിശേഷ യോഗം, ഈ സുവിശേഷ യോഗം നിമിത്തം ഇന്നിവിടെ വരാത്തവർ വരെ ഈ ദേശത്ത് വിടുവിക്കപ്പെടട്ടെ. ഈ മീറ്റിംഗ് കഴിയുമ്പോ ഈ ദേശത്തിന്റെ ഗതി മാറട്ടെ. ആമേൻ പറയാൻ ആളുണ്ടോ? ഈ ദേശത്ത് വരുമെന്ന് പറഞ്ഞ അനർത്ഥമില്ലാതാകട്ടെ. ആമേൻ പറയ. ഈ ദേശത്ത് നടക്കേണ്ട ചില ദുർമരണങ്ങൾ ഈ കൺവെൻഷൻ മുഖാന്തരം നീങ്ങിപ്പോകട്ടെ. ആമേൻ പറയ. ഈ ദേശത്ത് കയറി വരേണ്ട ചില ആക്സിഡന്റ് സ്പിരിറ്റുകൾ, ഇത്രയും അഭിഷേകമുള്ള ദൈവമക്കൾ ഒരു പൊതുവേദിയിൽ വന്ന് ആരാധിച്ചു എന്ന കാരണത്താൽ, അതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ അധികാരം, അതാണ് ഞങ്ങളുടെ സമ്മേളനങ്ങളുടെ അധികാരം. ഇത് പെന്തക്കോസ്തുകാരെ ഒരുമിച്ച് കൂട്ടിയ സമ്മേളനമല്ല. ദേശത്ത് വ്യാപരിക്കുന്ന മരണാത്മാവിനെ ദേശത്തുനിന്ന് നീക്കാൻ മരണത്തെ ജയിച്ചവനായ ക്രിസ്തു യേശുവിനെ ഒരുമിച്ച് ഉയർത്തുന്ന ഒരു മഹാസമ്മേളനമാണിത്. ഇന്ന് രാത്രി ഇങ്ങനെയൊക്കെ സംഭവിക്കും. മരിക്കാനിരിക്കുന്ന അമ്മമാർ ജീവനിലേക്ക് തിരിച്ചു വരും. ആത്മഹത്യ മാത്രം മുന്നിൽ നിൽക്കുന്ന സഹോദരിമാർ തിരിച്ചു വരും. അവർ ഈ മീറ്റിംഗിന് വന്നില്ലെങ്കിലും ഭാരപ്പെടണ്ട. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് അതിരുകളില്ല. ഈ വചനം എവിടെയാണോ ആളിരിക്കുന്നത് അവിടെ പോയി തൊടും. പാസ്റ്റർ, ഞാൻ വിശ്വസിക്കുന്നു ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ഇവിടത്തെ പല വീടുകൾക്കകത്തും ക്രിസ്തു വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിലും എന്റെ വിഷയമല്ല. മരിക്കാൻ ഇറങ്ങിയ ശ്രീദേവിയും 2 മക്കളും ഇന്നൊരത്ഭുതമായത് എന്റെ വീട്ടിൽ ഇറങ്ങി വന്ന ക്രിസ്തു എന്ന വെളിച്ചമാണ്. ജീസസ്. ഈ പട്ടണത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം ഇറങ്ങും. നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഈ ദേശത്ത് പല ഭവനങ്ങളിലും യേശു ഇന്ന് രാത്രി ചലിക്കും. ചിലർ അത്ഭുതപ്പെട്ടു പോകും, ചിലർ ഭയപ്പെട്ടു പോകും. വിശ്വസിക്കണം. യേശുവിന്റെ ക്രൂശ് മരണം. ഒരാൾ എന്നോട് പറഞ്ഞു, 3 ആണികളിൽ അടിച്ചൊതുക്കി കൊന്ന, കേട്ടോ, 3 ആണികളിൽ അടിച്ചൊതുക്കി കൊന്നുകളഞ്ഞ, 3 ആണികളിൽ തൂങ്ങിക്കിടന്ന ആ മനുഷ്യനാണോ നിന്റെ ബോസ്? ആ മനുഷ്യനാണോ നിന്റെ ദൈവം? അയ്യോ, ആ മനുഷ്യനെ കുറിച്ച് നിനക്കറിയാവോ? യഹൂദന്മാരും റോമാക്കാരും കൂടെ അവന്റെ ജീവൻ അങ്ങ് എടുത്തു. ഇതാണോ നിന്റെ ദൈവം? ഞാൻ അവരോട് പറഞ്ഞു, തെറ്റിപ്പോയി. ഇത് റോമാക്കാരും യഹൂദന്മാരും കൂടെ ജീവൻ എടുത്ത കഥയല്ല, മാനവ ലോകത്തിന് വേണ്ടി ജീവൻ കൊടുത്ത കഥയാണ്. ആമേൻ പറഞ്ഞു സ്വീകരിക്ക. ഇത് മതവും പാരമ്പര്യവും കൂടെ ഒരുമിച്ച് നിന്ന് 33 വയസ്സുകാരന്റെ ജീവൻ എടുത്ത കഥയല്ല. പാപത്തിൽ മരിച്ചുപോയ മാനവ ലോകത്തെ നീതീകരിക്കാൻ ദൈവത്തിന്റെ പുത്രൻ വേഷത്തിൽ മനുഷ്യനായി എന്നെ പോലായി 33 വയസ്സിൽ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത സത്യമാണ്. ഇത് ജീവൻ എടുത്ത സുവിശേഷമല്ല ബ്രദർ, ഇത് ജീവൻ കൊടുത്ത സുവിശേഷമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ആ സത്യം ഒന്നുകൂടെ ഞാൻ വരച്ചു കാട്ടുന്നു. നമുക്ക് വേണ്ടി യേശു ജീവൻ കൊടുത്തു. വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് കാണ്. മതം ജീവൻ എടുക്കും, മതം മനുഷ്യനെ അടിമയാക്കും, എന്നാൽ സുവിശേഷം ജീവൻ കൊടുക്കും. മിണ്ടിയില്ല. ഇത് ജീവൻ എടുത്ത സുവിശേഷമല്ല, മനുഷ്യനു വേണ്ടി ജീവൻ കൊടുത്ത സുവിശേഷമാണ്. ലോകത്തിലെ സകല മതങ്ങളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യനും നിലനിൽക്കണമെന്നും നീതീകരിക്കപ്പെടണമെന്നും പിതാവിന്റെ സന്നിധിയിൽ അവരെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കി സ്വന്തം ജനമാക്കി നിർത്താൻ മാനവ ലോകത്തിനു വേണ്ടി ജീവൻ കൊടുത്ത യേശു ക്രിസ്തു എന്ന സുവിശേഷം. ഈ ഭൂമിയിൽ ഒരുപാട് മഹാരഥന്മാർ വന്നിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ടുണ്ട്, തത്വജ്ഞാനികൾ വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്. അവരിൽ പലരും നാട് നന്നാക്കിയിട്ടുണ്ട്, രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കാൻ അധ്വാനിച്ചിട്ടുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ വെക്കേണ്ട ആളുടെ പേരല്ല യേശു ക്രിസ്തു. ആമേൻ പറയണം.
മഹാത്മാഗാന്ധിയോട് തുലനം ചെയ്യേണ്ട ആളല്ല എന്റെ ബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ നിർത്തി പ്രസംഗിക്കേണ്ട ആളല്ല യേശു ക്രിസ്തു. വേണ്ടിയില്ല. രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ ഞാൻ ബഹുമാനിക്കുന്നു, നാടിന് നന്മ ചെയ്തവരെ ബഹുമാനിക്കുന്നു. പക്ഷെ ആ പേരുകൾക്കൊന്നിൽ എടുത്തു വെക്കേണ്ട പേരല്ല യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഇവിടുത്തെ നാടിനെ നന്നാക്കാനല്ല, ചാരിറ്റബിൾ വർക്ക് ചെയ്യാൻ വന്നയാളല്ല യേശു. അമ്മയും പറഞ്ഞില്ല. ചിലരൊക്കെ പ്രസംഗിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയാണ് ജീസസ്. മഹാത്മാഗാന്ധിയും ജീസസ്, വിവേകാനന്ദനും ജീസസ്. അവന്റെ നാമത്തിനൊത്തു പറയാൻ ഈ ഭൂമിയിൽ ഒരു നാമമില്ല. നാടിന് നന്മ ചെയ്യാൻ വന്നയാളല്ല യേശു. രാജ്യത്തിന് നന്മ ചെയ്യാൻ വന്നയാളല്ല യേശു. യേശു വന്നത് പാപത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാനാണ്. കരമുയർത്തി ഹല്ലേലൂയ പറ. ഒരു രാജ്യത്തെ നവീകരിക്കാനോ മറ്റൊരു രാജ്യത്തിന്റെ അടിമത്വത്തിൽ ഈ രാജ്യത്തെ രക്ഷിക്കാനോ രാജ്യത്തിന് നന്മ ചെയ്യാനോ 2025 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന ഒരു നേതാവല്ല യേശു. യേശു വന്നത് പാപത്തിൽ മരിക്കപ്പെട്ട സകല മനുഷ്യരെയും ഉയർപ്പിക്കാൻ. അദ്ദേഹമാണ് എന്റെ ദൈവം. ഈ യേശു കർത്താവ് ക്രൂശിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അർത്ഥം, യേശു പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം യേശുവിന്റെ പ്രാണനെ ആർക്കും എടുക്കാൻ കഴിയില്ല. ആമേൻ പറഞ്ഞില്ല. ഇനി 39 അല്ല 390 അടി അടിച്ചാലും, ഒരു ക്രൂശല്ല 9 ക്രൂശ് എടുത്തു വെച്ചാലും, 3 ആണിയല്ല 300 ആണി അടിച്ചു കയറ്റിയാലും, തലയിൽ ഫിനോക്രിസ്റ്റി എന്ന വിഷമുള്ള 1 അല്ല 10 അടിച്ചിറക്കിയാലും, അവൻ ജീവനെ കൊടുക്കുന്നത് വരെ നിനക്ക് അവന്റെ ജീവൻ എടുക്കാൻ പറ്റില്ല. ഈ കർത്താവിന്റെ നാമം നീ സ്വീകരിക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദവും കൂടെ പറയാം. ആരാണ്ടോ പറയുന്നു നിന്റെ ജീവൻ എടുക്കുമെന്ന്, വേറെ ആരാണ്ടോ പറയുന്നു നിന്നെ കൊല്ലുമെന്ന്, വേറെ ഏതൊരു രോഗം പറയുന്നു നീ കുറച്ചു വർഷവും കൂടെ എന്ന്. കരഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ നോക്കി പ്രവചിക്ക്. ഈ ഭൂമിയിൽ ദൈവം എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഞാൻ ഇവിടെ കാണും. പറയാൻ ധൈര്യവും ചങ്കൂറ്റമുള്ളവർ പറയേ. ഡോക്ടർ പറയുന്നു കുറച്ചു നാളും കൂടെ ഉള്ളൂ. അയ്യോ ഞാൻ ഇനി കുറച്ചു നാളുകൂടെ ഉള്ളൂ. നോ. സാഹചര്യം പറയുന്നു നീ തീരുക. കരയരുത്. സാഹചര്യത്തോട് പറയണം, എന്റെ ദൈവം എന്നെ അങ്കമാലിയിൽ അയച്ചത് എന്തിനു വേണ്ടിയാണോ അത് ചെയ്തു തീർക്കുന്നത് വരെ ഞങ്ങൾ അങ്കമാലി കാണും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് മിണ്ടാതിരിക്കേണ്ട സമയമല്ല. ഇത് പറയുമ്പോൾ നിന്റെ വീടിനകത്ത് നിൽക്കുന്ന മരണം നീങ്ങും. നിന്റെ വീടിനകത്ത് നിൽക്കുന്ന മരണം നീങ്ങും. കർത്താവിന്റെ ആത്മാവ് എന്നെ ഇവിടെ അയച്ചത് എന്തോ ഒരു കാര്യം പറയാനല്ല, ചില മരണയാത്മാക്കളെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഈ ദേശത്തു നിന്ന് നീക്കാനാണ്. പഴയ നിയമത്തിൽ ഒരു വലിയ ചിത്രമുണ്ട്. ഈജിപ്തിന്റെ രാജ്യത്തിനകത്ത് കുടിലും കൊട്ടാരം മുഴുവൻ മരണം വെല്ലുവിളിച്ചു കയറുമ്പോൾ, എല്ലാ വീട്ടിലും മരണ ശുശ്രൂഷ നടക്കുമ്പോൾ, എല്ലാ വീട്ടിലും മരണത്തിന്റെ നിലവിളി ഉയരുമ്പോൾ, അതേ ദൂതൻ, ഈജിപ്തിൽ മരണം വിതച്ച അതേ ദൂതൻ ഇസ്രായേൽ താമസിക്കുന്ന കൊച്ചുകുടിലിന് മുമ്പിൽ വന്നു. പക്ഷെ ഒറ്റയർത്ഥം, ദൂതന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ദൂതൻ മരണദൂതൻ തന്നെയാണ്. പക്ഷെ ആ കുടിലിൽ അവന് കയറാൻ പറ്റുന്നില്ല. കൊട്ടാരത്തിൽ കയറി, രാജാവിന്റെ വീട്ടിൽ കയറി, മന്ത്രിയുടെ വീട്ടിൽ കയറി, അധികാരമുള്ളവന്റെ ഒക്കെ വീട്ടിൽ കയറി. പക്ഷേ അടിമകൾ താമസിക്കുന്ന അടിമ കൂടാരത്തിന്റെ മുമ്പിൽ ആ ദൂതൻ സ്റ്റക്കായി നിൽക്കുകയാണ്. പാസ്റ്ററെ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. മരണദൂതൻ കൂടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കൂടാരത്തിന്റെ അകത്ത് ദൈവജനം ആടിന്റെ യാഗം ചെയ്ത ആടിന്റെ മാംസം തിന്നുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. വീടിന്റെ പുറത്ത് മരണദൂതൻ, അകത്ത് നല്ല മട്ടൻ കഴിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. പെന്തക്കോസ്തുകാർക്ക് ഇത് പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല.
പക്ഷെ എന്നെ ശ്രദ്ധിച്ചു കേക്ക്, വീടിന്റെ പുറത്ത് മരണദൂതം നിൽക്കുമ്പം അകത്തുതേ പുളിപ്പില്ലാത്ത അപ്പം മുറിച്ച് ആടിന്റെ വെന്തെരിഞ്ഞ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് അകത്തൊരു ഫീസ്റ്റ് നടക്കുന്നെന്ന്, അകത്തൊരു വിരുന്ന് നടക്കുന്നെന്ന്, പുറത്ത് മരണം നിൽക്കുന്നെന്ന്, പുറത്തു മരണം നിൽക്കുമ്പോ അകത്ത് വിരുന്ന് നടക്കുന്നെങ്കിൽ അർത്ഥം വിരുന്നിനും മരണത്തിനും നടുവിൽ ഒരു രക്തം നിൽക്കുകയാണ്. നിന്റെ വീട് മരണം നടക്കേണ്ട വീടല്ല, ഒരു വിരുന്ന് നടക്കേണ്ട വീടാണ്. 2025 നിന്റെ വീട് തകർച്ച നടക്കേണ്ട വീടല്ല. ആരാണ് ആത്മാവിൽ ഈ പ്രവാചക ശബ്ദത്തെ വിശ്വാസത്തോടെ അടുത്തിരിക്കുന്നവരെ നോക്കാതെ ചാടി പിടിക്കുന്നത്? പലരെയും പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ആ വചനം അയക്കുകയാണ്. അകത്ത് വിരുന്ന്, പുറത്ത് മരണം. മരണത്തിന് ഈ അടിമക്കൂടാരത്തെ തൊടാൻ കഴിയുന്നില്ല. പുറത്ത് മരണദൂതൻ, അകത്ത് വിരുന്ന്. പുറത്ത് മരണദൂതൻ, അകത്ത് കരച്ചിലല്ല. പുറത്ത് മരണദൂതൻ, അകത്ത് നിലവിളിയല്ല. അകത്ത് ഭക്ഷണം കഴിക്കുകയാണ്, അരകട്ടി മുറുക്കുകയാണ്, ഒരു പുറപ്പാടിന് തയ്യാറാകുകയാണ്. എല്ലായിടത്തും സന്തോഷം, എല്ലായിടത്തും സന്തോഷം. പുറത്തു മരണം നിൽക്കുമ്പോൾ അകത്ത് സന്തോഷം ഉണ്ടെങ്കിൽ അതിനൊറ്റ കാരണം അതിന് നടുവിൽ ഒരു രക്തം നിൽക്കുകയാണ്. ഈ ടെന്റിന്റെ അന്തരീക്ഷം മാറുന്നത് എനിക്ക് കാണാം, ഇതിന്റെ ക്ലൈമറ്റ് മാറുന്നത് എനിക്ക് കാണാം. ആ വചനം ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി ആ സഹോദരിയെ തൊടുന്നത് എനിക്ക് കാണാം. ആ വചനം ഈ രാത്രി ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി ആ ചെറുപ്പക്കാരനെ തൊടുന്നത് എനിക്ക് കാണാം. മോളെ പിടിച്ചോ, അവളുടെ മേലെ അടിക്കുകയാണ്. ലീഡേഴ്സ് ആ മോളെ പിടിച്ചോണം. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകളുടെ പുറകിൽ മരണത്തിന്റെ ആത്മാവിനെ കേൾക്കാൻ വന്നവരാണെങ്കിൽ വീട്ടിൽ പോ. ഇത് പ്രസംഗിക്കാൻ വന്ന പ്രസംഗകനല്ല. കേൾക്കാൻ വന്നവരാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോ. ഇത് ഞാൻ അനുഭവിച്ച സുവിശേഷം, അതിന്റെ ശക്തി, അതിന്റെ അധികാരം, അതിന്റെ തേജസ്, അതിന്റെ വെളിച്ചം ഇന്ന് ഈ മണ്ണിൽ ഇറങ്ങി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന പാസ്റ്ററാണ് ഞാൻ. അവളുടെ വീടിനകത്തു നിന്ന്, കഴിഞ്ഞു പോയ ഒരു ജനറേഷനിൽ നിന്ന്, കാലഘട്ടങ്ങളുടെ പുറകിൽ നിന്ന് ആ നിയമത്തെ ഞാൻ അഴിക്കുകയാണ്. അതഴിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ലീഡേഴ്സ് ഇല്ലേ, അവരുടെ അടുത്ത് വന്ന് നിൽക്ക്. തൊടണ്ട, അടുത്ത് വന്ന് നിന്നോ. തലമുറകളെ കൊന്നുകളയുന്ന, ഭാവിയെ നശിപ്പിച്ചു കളയുന്ന, ഭവനത്തെ ചിതറിച്ചു കളയുന്ന, പലരുടെയും ജീവൻ എടുക്കുന്ന ആ ദൂതനെ ആ വരയിൽ നിർത്തിയത്, ആ വാതിലിന്റെ പുറത്ത് ഒഴുകി ഇറങ്ങിക്കിടക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ, ഒരാടിന്റെ രക്തത്തിന് മരണദൂതനെ വരയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ, ഇന്ന് ആഴകത്തിറങ്ങി നിൽക്കുന്നത് ആടിന്റെ രക്തമല്ല, ദൈവപുത്രന്റെ രക്തമാണ്. ദൈവപുത്രന്റെ രക്തമാണ്. അതോരോ ശിരസിലും, ഓരോ ശരീരങ്ങളിലും സംസാരിക്കുന്നു. രക്തത്തിനകത്ത് അലിഞ്ഞു കിടക്കുന്ന രോഗത്തെ ഈ രാത്രി ഞാൻ ഫിൽട്ടർ ചെയ്യുകയാണ്. ഈ രക്തസംബന്ധമായ രോഗമുള്ളവർ, മീറ്റിംഗിന്റെ അവസാനമല്ല വിടുതൽ. നിന്റെ ബ്ലഡിനകത്ത് നിന്ന് ആ രോഗത്തെ പരിശുദ്ധാത്മാവ് ഫിൽട്ടർ ചെയ്യുന്നു.
ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിനകത്ത് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങളുടെ ടെന്റ് ചെയ്തു കാണിക്കും. അതാണ് സുവിശേഷ യോഗത്തിന്റെ ശക്തി. ഇവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറുടെ റൂമിൽ അദ്ദേഹം സോറി പറയുന്ന കേസ് ഇവിടുത്തെ അഭിഷക്തന്മാർ ഏറ്റെടുക്കും. അതാണ് സുവിശേഷകന്മാരുടെ ഭാവം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഇതുപോലത്തെ യോഗങ്ങൾക്കകത്ത് ദൈവം ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് പെന്തക്കോസ് ആയത്. ലോകത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവസഭയ്ക്കകത്ത് നടന്നെന്ന്. ഒരു മനുഷ്യന്റെ ശരീരഘടന നമുക്കറിയാമോ? ഒരു മനുഷ്യന്റെ ശരീരഘടന നമുക്കറിയാമോ? വൻകുടലിന് എത്ര നീളമുണ്ടെന്നറിയാമോ? ചെറുകുടലിന്റെ വ്യാസം അറിയാമോ? ശ്വാസകോശം എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഏത് രോഗത്തോടെ വന്നാലും ഭയമില്ലാതെ നമ്മൾ കൈവയ്ക്കും. അഭിഷേകം ഉള്ളവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പരിശുദ്ധാത്മാവ് കേട്ട് ഏതോ മതത്തിന് വേണ്ടി പാസ്റ്റർ പണി നടത്തുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മാവ് കെട്ടുപോകാത്ത, ആത്മാവിനെ ഓണർ ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്ന ഒരഭിഷക്തന്റെ മുമ്പിൽ ഞങ്ങൾക്കൊരു മനുഷ്യന്റെ ശരീരഘടന അറിയത്തില്ല. അവന്റെ അവയവങ്ങൾ ഇരിക്കുന്ന യഥാർത്ഥ പ്ലേസ് അറിയത്തില്ല. ഇതിന്റെ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ MBBS പഠിച്ചിട്ടല്ല രോഗത്തിന്റെ മേൽ കൈവയ്ക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ എന്റെ ഹൃദയത്തിന് കംപ്ലൈന്റ് ഉണ്ട് പാസ്റ്ററേ, ഹൃദയം പ്രശ്നമാ. നമുക്ക് സത്യത്തിൽ ഹൃദയം എവിടാന്ന് പോലും അറിയില്ല. നമ്മൾ ഉടനെ കൈവച്ചു. കൈവച്ചത് എവിടാന്നറിയോ? ഹാർട്ടിലോട്ടല്ല, ലങ്സിലോട്ടാ. കാരണം നമുക്കറിയത്തില്ല. നമ്മൾ വച്ചത് ലങ്സിലാ, പ്രാർത്ഥിച്ചത് ഹാർട്ടിന് വേണ്ടിയാ, തൊട്ടത് ലങ്സിലാ, വിടുതൽ നടന്നത് ഹാർട്ടിലാ. ശുശ്രൂഷക്കകത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാൻ അഭിഷക്തന്മാരെ ഉണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച കാലയളവുകളിൽ ഇങ്ങനെയൊക്കെ പറയാനുണ്ടാകണം. ഇങ്ങനെയൊക്കെ പറയാനുണ്ടാകണം. നിന്റെ തലമുറയ്ക്ക് നീ പാസ്റ്ററായ പള്ളിയുടെ പാരമ്പര്യമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നിന്റെ ശുശ്രൂഷക്കകത്ത് ഈ ഭൂമിയിൽ നടന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പറഞ്ഞു കൊടുക്കാൻ നിനക്കുണ്ടാകണം. അതുണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കണം. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. ഒരു രക്തം സംസാരിക്കുകയാണ്. പുറത്ത് മരണം നിൽക്കുന്നു, അകത്ത് വിരുന്ന് നടക്കുന്നു. ഒന്ന് കണ്ടേ അത്. പുറത്ത് മരണം നിൽക്കുന്നു, അകത്ത് ബെൽറ്റ് കെട്ടുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുറത്ത് മരണം നിൽക്കുന്നു, അകത്ത് ഡ്രസ് ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന യഹൂദനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലാ അരകെട്ടി മുറുക്കുന്നേ? എന്ത് ധൈര്യത്തിലാ കാലി ചെരുപ്പിടുന്നേ? എന്ത് ധൈര്യത്തിൽ ഈ അധികാര വസ്ത്രം എടുത്തിടുന്നേ? പുറത്ത് മരണം നിൽക്കുന്ന അറിയാമോ? നിന്റെ ജീവിതം നോക്കിയാൽ ഈ കൂടാരത്തിന്റെ പുറത്ത് നീ ജീവനോടെ ഇറങ്ങത്തില്ല. അപ്പൊ അവൻ പറയും, ഈ ബെൽറ്റ് ഇടുന്നത്, ഈ ചെരുപ്പിടുന്നത്, ഈ അധികാര വസ്ത്രം ധരിച്ചത് എന്റെ കെയർ ഓഫിലല്ല. ഈ ഡോറിന്റെ പുറത്ത് ഒഴുകിക്കിടക്കുന്ന, ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഒഴുകിയിരിക്കുന്ന ഒരു രക്തമുണ്ട്. ആ രക്തത്തിന്റെ കെയർ ഓഫിലാണ്, ആ രക്തത്തിന്റെ അധികാരത്തിലാണ്, ആ രക്തത്തിന്റെ ശക്തിയിലാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. തീർന്നില്ല. ആ മാംസം ഞങ്ങളുടെ അകത്തുണ്ട്, ആ ഭക്ഷണം ഞങ്ങളുടെ അകത്തുണ്ട്. ഇന്ന് രാത്രി ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോട് ജീവിക്കുന്നു എന്ന ദൈവിക സ്നാന ശുശ്രൂഷ സ്വീകരിച്ച് യേശുവിന്റെ ആ തിരുവത്താന ശുശ്രൂഷ, ആ വീഞ്ഞുകൾ, ആ ശരീര രക്തം വിശ്വാസത്തോടെ ഭക്ഷിക്കുന്ന വിശ്വാസി നിന്റെ അകത്തൊഴുകുന്നത് മരണമല്ല, ജീവനാണെന്നാണ് ഞാൻ പറയുന്നത്. വലിയ അത്ഭുതങ്ങൾക്ക് ഈ രാത്രി സാക്ഷ്യം വഹിക്കും. ബന്ധനങ്ങൾ അഴിയും. പ്രാർത്ഥന നഷ്ടപ്പെട്ട പല ശരീരങ്ങളും ഇന്ന് ആത്മാവിന്റെ ചലനം ഉണ്ടാവും. ഒരു നാണക്കേടും വിചാരിക്കണ്ട.
നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കാൻ പോവാ. ഈ പട്ടണത്തിൽ പരിശുദ്ധാത്മാവിന് അടുത്ത ചരിത്രം തുടങ്ങും. ഇന്ത്യ എന്ന രാജ്യത്ത് ദൈവത്തിന്റെ സഭ എന്തെന്ന് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അഭിഷക്തന്മാർ ആരാണെന്ന് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അത് കൊട്ടാരങ്ങളിലും രാജ്യകേന്ദ്രങ്ങളിലും തെളിയിക്കപ്പെടാൻ പോവുകയാണ്. രാജാവ് തീരുമാനമെടുക്കുന്നത് ഒരു ദാനിയേലിന്റെ ദൂതിന്റെ മുമ്പിലാണെങ്കിൽ ഫറവോയുടെ സിംഹാസനത്തിന്റെ തൊട്ടുചേർന്ന് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത പുതിയൊരു സിംഹാസനം ജോസഫിന് വേണ്ടി പണിതെങ്കിൽ ആ കഥ അവസാനിച്ചിട്ടില്ലെന്ന് എന്നിലൂടെയും നിങ്ങളിലൂടെയും അത് ആവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം. യേശു ക്രൂശിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും വിചാരിച്ചു ഇതോടെ തീർന്നു. വലിയ ഫുൾ സ്റ്റോപ്പുമായി നിൽക്കുകയാണ്. എന്റെ പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ അവസാനിപ്പിച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു കുന്തം കൊണ്ട് കുത്തി നിർത്താൻ വലിയൊരു ഫുൾ സ്റ്റോപ്പും കൊണ്ട് നിൽക്കുമ്പോ ബൈബിൾ പറയുന്നു അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമ്മതിച്ചില്ല. അടുത്തയാളുടെ കരം പിടിച്ചിട്ട് പറ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമ്മതിച്ചില്ല. സമ്മതിക്കത്തില്ല. എങ്ങനെ ആരാണ്ടോ പറയുന്നു ഞങ്ങൾ ഇവരുടെ സഭ തീർക്കും, പാസ്റ്റർമാരെ കൊല്ലും, കൊന്നാലും അടിച്ചാലും തകർത്താലും. ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ട ശുശ്രൂഷയല്ല. ഒരു അരവിന്ദ് മോഹനെ തീർത്താൽ 100 അരവിന്ദ് മോഹന്മാർ എഴുന്നേറ്റ് വരും. ഇത് ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുന്ന ശുശ്രൂഷയല്ല. ലോകം മുഴുവൻ ഒരു 33 വയസ്സുകാരനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിന്നപ്പോൾ അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫുൾ സ്റ്റോപ്പ് അല്ല, പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആലയത്തിന്റെ തിരശ്ശീല നടുവേ ചിന്നിപ്പോയി. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിന്നെടുത്ത് നോൺ സ്റ്റോപ്പ് ആക്കിക്കൊണ്ട്, അന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കിയെടുത്തു നിന്ന് നോൺ സ്റ്റോപ്പ് ആക്കിക്കൊണ്ട് ഇന്ന് രാത്രിയും ആഴത്ത് ആ ചലനം ഇപ്പോഴും ചലിക്കുകയാണ്. താങ്ക് യു ജീസസ്. ആ വചനം പലരിലും ജീവനായി പരിണമിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അവസാനം ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ അവസാനം വിടുതലില്ല. ആ വാർത്തയും കൂടെ അങ്ങ് അറിയിക്കുക. ഇനി അവസാനം ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതില്ല. കാരണം ഈ ആത്മമണ്ഡലത്തിൽ തുറക്കുന്ന പ്രവചനം ആ സമയത്താണ് ഇവിടെ വിടുതലായി വ്യാപരിക്കുന്നത്. ഇപ്പൊ ഇരുന്നുറങ്ങിയിട്ട് അവസാനം എൻ്റെ അടുത്ത് വരരുത്. ഞാൻ എല്ലാവരുടെയും മുഖവും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പോലും പറയാത്തയാൾ അവസാനം എൻ്റെ അടുത്ത് വന്ന് വെറുതെ നാണം കെട്ടു പോകരുത്. പക്ഷെ ഈ ആത്മതലത്തെ സെൻസ് ചെയ്ത് പിടിക്കുന്ന നിനക്ക് വേണ്ടി നാളെ പ്രഭാതം വരെ ഇവിടെ നിൽക്കേണ്ടി വന്നാലും ഞാൻ നിൽക്കും. കാരണം അവൻ പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യുന്നവനാണ്. അവൻ ദൈവശബ്ദത്തെ ഓണർ ചെയ്യുന്നവനാണ്. അവൻ ഒരു അഭിഷക്തന്റെ വാക്കിനെ ഓണർ ചെയ്യുന്നവനാണ്. അവനെ ശുശ്രൂഷിക്കാൻ ഞാൻ തയ്യാറാണ്. അവരെ ശുശ്രൂഷിക്കാൻ ഞാൻ തയ്യാറാണ്. അവരെ ഞാൻ ശുശ്രൂഷിച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. ജീസസ്, ജീസസ്, ജീസസ്. യേശു പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ കല്ലറ തുറന്നു. ചേർന്ന് പറഞ്ഞ കല്ലറ തുറന്നു. ഈ ലോകത്തിൽ വന്ന എല്ലാവരും മരണത്തോടുകൂടി അവസാനിച്ചു. അവരുടെ കല്ലറ ഇന്നുമുണ്ട്. എല്ലാ കല്ലറകളിലും നിങ്ങൾ ചെന്നാൽ എല്ലാ കല്ലറകളുടെയും മുമ്പിൽ ജനന സമയവും മരണസമയമുണ്ട്. ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റുമുണ്ട്. പക്ഷേ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും ഇല്ലാത്ത ഒരു കല്ലറയുണ്ടെങ്കിൽ അതെന്റെ കർത്താവിന്റെ കല്ലറയാണ്. അവിടെ ജനന സമയമില്ല, മരണസമയവുമില്ല. അവൻ പറഞ്ഞില്ല. കാരണം അവൻ ജനിച്ചതല്ല, അവൻ വന്നതാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്നൊരു ദൈവത്വം ജനിച്ചതല്ല. ആദിയിലെ വചനമായവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഭൂമിയെ ഉണ്ടാക്കിയവൻ, സകലതും അവൻ മുഖാന്തരമുള്ളതായി ഉളവായതൊന്നും അവനെ കൂടാതെ അവൻ ഭൂമിയിൽ ജനിച്ചതല്ല, വന്നതാണ്. സ്വന്തത്തിലേക്ക് ജനിച്ചെന്നല്ല, അവൻ സ്വന്തത്തിലേക്ക് വന്നു.
ഇത് ജനിച്ച സുവിശേഷമല്ല, ജനിപ്പിച്ച സുവിശേഷമല്ല. ഇത് വന്ന സുവിശേഷമാണ്, പിതാവ് അയച്ച സുവിശേഷമാണ്. ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചവരുടെ എല്ലാം കല്ലറയിൽ ജനന സമയമുണ്ട്, മരണസമയവുമുണ്ട്. പിന്നെ അവിടെ ചിലപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അയാൾ ഇവിടെ വിശ്രമിക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്നാൽ യേശുവിനെ അടക്കാൻ ശ്രമിച്ചൊരു കല്ലറ ഇന്നുമുണ്ട്. അത് അടഞ്ഞിരിക്കുകയല്ല, തുറന്നിരിക്കുക. ആ കല്ലറയുടെ മുമ്പിൽ നിങ്ങൾ ചെന്നാൽ അവിടെ ബർത്ത് ഡേറ്റ് ഇല്ല, ഡെത്ത് ഡേറ്റ് ഇല്ല, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നൊന്നുമില്ല. പകരം അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ പദം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുലുങ്ങിയില്ലെങ്കിലും നരകം കുലുങ്ങും. ഈ പദം ഞാൻ പറയുമ്പോൾ വിശ്വാസി ചലിച്ചില്ലെങ്കിലും സാത്താനിക രാജ്യം ചലിക്കും. യേശു ഒരു വെള്ളിയാഴ്ച യേശു തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളിയാഴ്ചക്ക് പറയേണ്ട പേര് ഗുഡ് ഫ്രൈഡേ എന്നല്ല. പക്ഷെ നമ്മളെല്ലാവരും അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കും, മലയാളത്തിൽ ദുഃഖവെള്ളി എന്നും വിളിക്കും. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കും, മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് വിളിക്കും. ദുഃഖവെള്ളിയാണ് വിളിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഗുഡ് ഫ്രൈഡേ എന്നല്ല. ഗുഡ് ഫ്രൈഡേ എന്ന വാക്കിന്റെ അർത്ഥം നല്ല വെള്ളിയാഴ്ച എന്നാണ്. നല്ല വെള്ളിയാഴ്ച ക്രിസ്ത്യാനിക്ക് ദുഃഖവെള്ളിയായി മാറി. പക്ഷെ ക്രിസ്ത്യാനിറ്റി എന്തെന്നറിയാത്ത എനിക്ക് അത് ദുഃഖവെള്ളിയല്ല. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ ക്രൂശ് ചുമക്കാറുമില്ല. ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ദിവസമാണ്, ഞാൻ തുള്ളിച്ചാടുന്ന ദിവസമാണ്, ഞാൻ കരയുന്ന ദിവസമല്ല. രാമേൻ പറഞ്ഞോ, ദൈവിക സൃഷ്ടിപ്പിന്റെ 6ാമത്തെ ദിവസം. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവിക സൃഷ്ടിപ്പിന്റെ 6ാമത്തെ ദിവസം ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ആകാശത്തിലെ പറവകളെ സൃഷ്ടിക്കാൻ ദൈവം ആകാശത്തിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ആകാശത്തിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറവകൾ സൃഷ്ടിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തിലേക്ക് നോക്കി ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിത്തുള്ള ഫലം കായ്ക്കുന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വന്നു. സമുദ്രത്തിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പുറത്തു വന്നു. ആകാശത്തിലേക്ക് നോക്കി പറവകളെ വിളിച്ചു വരുത്തി. മണ്ണിലേക്ക് നോക്കി സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും മുളപ്പിച്ചു. സമുദ്രത്തിലേക്ക് നോക്കി മത്സ്യങ്ങളെ പുറത്തെടുത്തു. പക്ഷെ മനുഷ്യനെ പുറത്തെടുക്കാൻ ദൈവം നോക്കിയത് ആകാശത്തിലേക്കല്ല. മനുഷ്യനെ പുറത്തെടുക്കാൻ ദൈവം നോക്കിയത് മണ്ണിലേക്കല്ല. മനുഷ്യനെ പുറത്തെടുക്കാൻ ദൈവം നോക്കിയത് സമുദ്രത്തിലേക്കല്ല. അവിടുത്തെ ദൈവശബ്ദം ഇങ്ങനെയാണ്, വരിക നമുക്ക്. അർത്ഥം ദൈവം ദൈവത്തിലേക്ക് നോക്കി. കാണാൻ കണ്ണു തുറക്കുന്നവന്റെ കണ്ണ് തുറന്നു കാണട്ടെ. എന്തു മനസ്സിലായി? ആദാം മണ്ണിന്റെ മകനല്ല, ആദാം ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് വിശേഷകൻ എഴുതി വെച്ചത്, ആദാം is not a son of mud, not a son of dust, he is a son of God. ഇന്ന് രാത്രി ഇവിടെ കൂടിയ സകലരോടും ഞാൻ പറയാം, നീ മണ്ണിന്റെ മകനല്ല, നീ ദൈവത്തിന്റെ മകനാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ഞാൻ മണ്ണാണ്, പൊടിയാണ്, കൃമിയാണ്, പുഴുവാണ്. വെറുതെ ഇത് പറഞ്ഞ് ദൈവത്തെ നാണം കെടുത്തരുത്. നീ മണ്ണുമല്ല, പൊടിയല്ല, കൃമിയല്ല, പുഴുവല്ല. സത്യം മനസ്സിലാക്കുക. അത് ഞങ്ങളുടെ അച്ചാച്ചന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ചാച്ചന്മാർ അങ്ങനെ പറഞ്ഞു കഴിയട്ടെ, നീയെങ്കിലും സത്യം പറഞ്ഞു തുടങ്ങ്. ഇല്ലെങ്കിൽ നിന്റെ തലമുറ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മണ്ണാണ്, പൊടിയാണ്, കൃമിയാണ്, പുഴുവാണ്. പക്ഷെ സ്വഭാവം കണ്ട കാണ്ടാമൃഗമാണ്. ഞായറാഴ്ച സാക്ഷ്യത്തിൽ മാത്രം മണ്ണ്, പൊടി, കൃമി, പുഴു. ഈ മണ്ണെന്ന് പറഞ്ഞതും പൊടിയെന്ന് പറഞ്ഞതും കൃമി എന്ന് പറഞ്ഞവനും ചർച്ചിനെ പൊളിച്ചു. ഞാൻ ഭയങ്കര മണ്ണാണ്, പൊടിയാണ്, അവനാണ് ചർച്ചിന്റെ അലർജി. പക്ഷെ നീ ധൈര്യത്തോടൊന്ന് പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ജീവിതം മാറും. ദൈവം ആദാമിനെ, ആദ്യത്തെ മനുഷ്യനെ പുറത്തെടുക്കാൻ ദൈവത്തിലേക്ക് നോക്കി. ദൈവത്തിന്റെ അകത്തിരിക്കുന്ന മനുഷ്യനെ ഭൂമിയിൽ കൊണ്ടുവരാൻ ദൈവം ഭൂമിയിൽ നിന്ന് ഒരു പദാർത്ഥം എടുത്തു.
അത് ദൈവം എടുക്കുമ്പോൾ അതിനെ ദൈവം മകനെന്ന് വിളിച്ചില്ല. ദൈവം മണ്ണിനെ മകനെന്ന് വിളിച്ചില്ല. ദൈവം മണ്ണിലേക്ക് ശ്വസിച്ചു. കുരങ്ങ് പരിണമിച്ചപ്പോഴല്ല അരവിന്ദ് മോഹൻ ഉണ്ടായത്. ദൈവം ശ്വസിച്ചപ്പോൾ കുരങ്ങിന്റെ അകത്ത് നല്ല അരവിന്ദ് മോഹൻ വന്നത്. എവിടെയും പറയാം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. പറയാൻ ചാങ്കൂറ്റമുള്ളവൻ പറഞ്ഞു, ഞാൻ പരിണമിച്ചുണ്ടായവനല്ല. ഞാൻ പരിണമിച്ചുണ്ടായവനല്ല. കഴിഞ്ഞ ജനനത്തിൽ ഞാൻ പഴുതാരയല്ല. അടുത്ത ജനനത്തിൽ ഞാൻ കടുവയുമല്ല. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? ഞാൻ വന്നത് എന്റെ വീട്ടിൽ നിന്നാണ്. ട്രിവാൻഡ്രത്ത് എന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ടെൻഷൻ ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടെ കറങ്ങി നിൽക്കുമോ? എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നീ നിൽക്കോ മോനെ. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോഴും നീ ആ റോഡിൽ കിടന്ന് കറങ്ങുക. അപ്പൊ ചോദിച്ചു, എന്താ? ഇല്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. വീടുള്ളവൻ ഒരിക്കലും അത് പറയത്തില്ല. 2, വീട്ടിൽ നിന്ന് വന്നവൻ പറയത്തില്ല. വീടുമായിട്ട് പ്രശ്നമുള്ളവൻ പറയത്തില്ല. എനിക്കറിയാം, ഞാൻ ട്രിവാൻഡ്രത്ത് എന്റെ വീട്ടിൽ നിന്നാ വന്നേ, ഞാൻ അങ്ങോട്ട് തന്നെ പോകും. ഇവിടെ ഇപ്പം നമുക്ക് സംശയമാണ്. എന്ത്? നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ? ഇതാണ് ഇപ്പോഴത്തെ സംശയം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം ഇതാണ്. നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ? നിങ്ങൾ എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ വന്ന സ്ഥലത്തോട്ട് പോകും. എവിടെ വേണോ എഴുതി ഒപ്പിട്ട് തരാം. ഇവിടെ യുദ്ധം ഉണ്ടായാലും, ഇവിടെ ക്ഷാമം ഉണ്ടായാലും, ഭൂകമ്പം ഉണ്ടായാലും, യുദ്ധശ്രുതി ഉണ്ടായാലും, രാജ്യം രാജ്യത്തോട് എതിർത്താലും, ഇനി രാജാവ് രാജാവിനോട് എതിർത്താലും, രാജ്യങ്ങൾ മുഴുവൻ തകർത്താലും, എനിക്കൊന്നറിയാം, ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോകും. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ശ്രീദേവി എന്ന് വന്നവനല്ല, ഞാൻ ശ്രീദേവിയിലേക്ക് വന്നവനാണ്. അപ്പൊ ചോദ്യം, നീ എവിടെ നിന്ന് വന്നു? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ ഒരു ടെൻഷനും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് കർത്താവിന്റെ വരവിനെയാണ്. ആമേൻ പറയുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കർത്താവിന്റെ വരവിനെയാണ്. അപ്പൻ ഗൾഫിൽ നിന്ന് വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോ കൊച്ചു കൈകൊട്ടി ചിരിക്കും. അപ്പൻ ഗൾഫിൽ നിന്ന് വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോ മോക്ക് സന്തോഷം. അവൾ ഓരോ ദിവസവും എണ്ണിയിരിക്കും. വരല്ലേ വരല്ലേ എന്നല്ല, എപ്പ വരും. പക്ഷേ അനുസരിക്കാത്ത മകൻ വീട്ടിലുണ്ടെങ്കിൽ, അനുസരണം കെട്ട മകനുണ്ടെങ്കിൽ, അവന്റെ പ്രാർത്ഥന, അപ്പൻ അടുത്ത വർഷം വന്നാ മതി, അതിന്റെ അടുത്ത വർഷം വന്നാ മതി, വിസ കിട്ടല്ലേ. ചിലരുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ ഇങ്ങോട്ട് വരല്ലേ. പക്ഷെ വീട്ടിൽ നിന്ന് ജനിച്ചവൻ, വീടുമായി ബന്ധമുള്ളവൻ, അപ്പനുമായി ബന്ധമുള്ളവൻ, ആത്മബന്ധമുള്ളവൻ, ആത്മാവിൽ ജീവിക്കുന്നവൻ, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവൻ, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവൻ, ഞാൻ ദൈവത്തിന്റെ ജീവനാണെന്നറിയുന്നവൻ, ആ ദൈവത്തിന് വീണ്ടും ജനിച്ചിരിക്കുന്നു, ആത്മാവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുന്നവൻ, അവന് ക്രിസ്തുവിന്റെ വരവ് ഒരാഘോഷമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്നൊരു ആമേൻ പറ. ക്രൂശിൽ യേശു തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, യേശു തന്റെ പ്രാണനെ കൊടുക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി. വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് സത്യം മനസ്സിലായി. നമ്മൾ ബൈബിൾ വായിക്കത്തില്ലെങ്കിലും നാട്ടുകാർ വായിക്കുന്നു. സത്യം, ചിലരുടെ ക്വസ്റ്റ്യൻ കേട്ട് ഞാൻ തന്നെ വേർത്തു പോയിട്ടുണ്ട്. അയാൾ പെന്തക്കോസ്തുകാരനൊന്നുമല്ല. അന്നാ എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രസംഗം ഇവർക്ക് കേൾക്കുന്നു പോലും ഇല്ല. പക്ഷെ നാട്ടുകാർ നന്നായി ബൈബിൾ വായിക്കുന്നു. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ബ്രദറെ ഭൂകമ്പം ഉണ്ടായില്ലേ? ഉണ്ടായി. ഉറപ്പാണോ? ഉറപ്പാണ്. ബ്രദറെ, ഒരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായാൽ ആ സ്ഥലത്തുള്ളതെല്ലാം പൊളിയും. ഭയങ്കര കണ്ടുപിടുത്തം. ബ്രദറെ, ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞാൽ എർത്ത് ക്യുക്കല്ലേ? അതെ, ആ എർത്ത് ക്യുക്കിൽ അവിടെ ഉണ്ടായിരുന്ന കല്ലറകൾ പൊളിഞ്ഞു പോയതാണ്. അല്ല നിങ്ങൾ പറയുന്ന പോലെ വലിയ പ്രതിഭാസമൊന്നുമല്ല. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ഞാൻ വീണ്ടും സ്തുതിക്കും. അതെന്താ? ഭൂകമ്പം ഉണ്ടായത് സത്യമാണ്, പക്ഷെ വിശുദ്ധന്മാരുടെ കല്ലറ മാത്രമാണ് തുറന്നത്. റിക്ടർ സ്കെയിലിൽ 3.5 ഭൂകമ്പം, എർത്തിക്യുക്ക് വരിക. വന്നപ്പോ ആദ്യത്തെ കല്ലറ അശുദ്ധത തൊടണ്ട, രണ്ടാമത്തെ കല്ലറ ദുഷ്ടന്റെത തൊടണ്ട,
മൂന്നാമത്തെ കല്ലറ വിശുദ്ധത, തുറക്കാം. അങ്ങനെ ഒരു എർത്തുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എല്ലാ കല്ലറയും തുറന്നു എന്ന് ബൈബിളിൽ ഇല്ല. അത് അരമനയിൽ അടക്കിയാലും പള്ളി സമിതിയിൽ അടക്കിയാലും അപ്പാപ്പന്റെ കൂടെ അടക്കിയാലും ഇനി അപ്പാപ്പന്റെ മേലെ കൊണ്ടടക്കിയാലും തുറക്കുന്ന കല്ലറയാണെന്നറിയോ? ക്രിസ്തുവിൽ മരിച്ചവന്റെ കല്ലറ തുറക്കും. ക്രിസ്തുവിനോടുകൂടെ മരിച്ചവന്റെ കല്ലറ തുറക്കും. ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചവന്റെ കല്ലറ തുറക്കും. ഓ, ഇന്ന് രാത്രി ആ പ്രതീക്ഷയും സത്യവും അകത്തുണ്ടെങ്കിൽ അപ്പൊ കല്ലറ തുറന്നു, വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. മരണം റദ്ദാകുകയാണ്. ആ വെള്ളിയാഴ്ച ദൈവം സൃഷ്ടിച്ച ആറാമത്തെ സൃഷ്ടി ആദാം, ദൈവത്തിന്റെ മനുഷ്യൻ. ദൈവം സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. ആ ദിവസത്തെ ഞാൻ ഒന്ന് ഈ വചനവുമായി ഒന്ന് കണക്ട് ചെയ്യാം. ദൈവത്തിന്റെ ദിവസങ്ങൾ നമുക്കൊരിക്കലും എണ്ണാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സമയങ്ങൾ നമ്മുടെ ക്ലോക്കിൽ ടിക് ടിക് അടിക്കുന്ന സെക്കൻഡ് സൂചിയുടെ സമയമല്ല. ദൈവത്തിന്റെ ദിവസങ്ങൾ നമ്മുടെ കലണ്ടറിൽ എഴുതി വെച്ചേക്കുന്ന സമയവും ദിവസമൊന്നുമല്ല. രാഹുകാലവും രാഹുകാലത്തിന്റെ അപ്പുറത്തെ സമയമൊന്നുമല്ല. ദൈവം സമയത്തിനും കാലങ്ങൾക്കും ഗ്രഹങ്ങൾക്കും അതീതനാണ്. അവൻ കാലഘട്ടങ്ങളെ ഉണ്ടാക്കിയവനാണ്. ഒരാമേൻ പറഞ്ഞില്ല? ആമേൻ പറയുക. എന്റെ ജീവിതം മുഴുവൻ തകർന്നു പോയത് ഞാൻ ജനിച്ച സമയം ശരിയല്ലാതെ പോയതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി എൻ്റെ കുടുംബ ജ്യോത്സ്യൻ പുള്ളി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ വെറുതെ ഒന്നും എഴുതി വെക്കുന്നതല്ല, അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് ജനിച്ചാൽ ആ സമയത്തിലെ ഗ്രഹനില, ആ ജനിക്കപ്പെടുന്നവന്റെ നാള്, ഇതെല്ലാം വച്ചിട്ട് അവർ എഴുതുന്നേ. അങ്ങനെ എൻ്റെ വീട്ടിലും എഴുതിയത്. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട അപ്പൻ്റെ മകനായിട്ട് ജനിച്ച ആളാണ്. ഞാൻ ദരിദ്ര വീട്ടിൽ ജനിച്ച ആളല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അപ്പൻ വീട് വെച്ച് തന്ന ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ. സന്തോഷമുണ്ടോ? പാസ്റ്ററിന് സന്തോഷം. ഞങ്ങൾക്കുള്ള വീടും കൂടെ അയാൾ ജപ്തി ചെയ്യിപ്പിച്ചിട്ടാ പോയത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ എനിക്ക് വീട് വെച്ചു. അന്ന് ഏറ്റവും മനോഹരമായ വീട്. അന്ന് നാട്ടുകാർ പറഞ്ഞെന്നാ പറയുന്നേ, ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം. പക്ഷെ എൻ്റെ 7ാമത്തെ വയസ്സായപ്പോൾ അതേ നാട്ടുകാർ പറഞ്ഞു ഇവൻ ജനിക്കണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു കാലത്ത് നീ നിന്റെ വീടിന് സന്തോഷമായിരുന്നു, പക്ഷെ ഇന്ന് നീ നിന്റെ വീടിന്റെ ദുഃഖമാണ്. ഒരു കാലത്ത് നിന്റെ കുടുംബജീവിതം വളരെ സന്തോഷമായിരുന്നു, പക്ഷെ ഇന്ന് അതൊരു നരകം പോലെയാണ്. ഭയപ്പെടരുത്. ആരൊക്കെ നിന്നെ മാറ്റി എറിഞ്ഞാലും നിനക്കൊരു തിരിച്ചുവരവുണ്ട്. ചേർന്നാമേൻ പറയുക. ഒരു രാജകീയ തിരിച്ചുവരവുണ്ട്. കാരണം ഇത് മരിച്ചവന്റെ മക്കളല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലെടുത്ത് ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ഒരു അപ്പോസ്തലനെ കൊണ്ട് ആഹ്വാനത്തോടെ ചോദിക്കാൻ ധൈര്യം നൽകിയ യേശുവിന്റെ മക്കളാണിത്. ഞാൻ ജനിച്ച സമയം, നാഴിക, വിനാഴിക, ഗ്രഹനില, ഇതെല്ലാം കൂടെ വെച്ച് എൻ്റെ കുടുംബ ജ്യോത്സ്യൻ തൻ്റെ പഠനത്തിനകത്ത് എഴുതിയ പുസ്തകത്തിൽ എഴുതി വന്നപ്പോൾ ഈ സമയത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്, ഈ സമയത്തിൽ വരുന്ന കുഞ്ഞിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ആര് പറഞ്ഞു? അതങ്ങനെയാണ്. ആസ്ട്രോളജി എങ്ങനെയാണ്, തിയോളജി എങ്ങനെയാണെങ്കിൽ ആസ്ട്രോളജി അങ്ങനെയാണ്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. ആ എഴുത്താണ് എൻ്റെ കുടുംബത്തെ ഒന്നൊന്നായി തകർക്കാൻ കാരണം അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന ജാതകം എൻ്റെ വീട്ടുകാരെല്ലാം വിശ്വസിച്ചു. ഒരാമേൻ പറഞ്ഞു. പിശാച് പറഞ്ഞതാണെങ്കിലും കർത്താവ് പറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ മിണ്ടിയില്ല. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം പക്ഷേ, ഇതെല്ലാം അറിയാം പക്ഷേ, സത്യവ പക്ഷേ, പിന്നെ എന്താ കുഴപ്പമെന്നാ? ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അറിയാം, എന്നിട്ട് ഞങ്ങൾക്ക് അതും വേണം, ഇതും വേണം, എല്ലാം വേണം. ഇതും എല്ലാത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന സാധനമല്ല ഇത്. ഇത് വേണോ? ഇതിനകത്ത് വിശ്വാസത്താൽ പ്രവേശിക്കുമോ? ബാക്കിയുള്ളതെല്ലാം തെറിക്കും. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന വെളിച്ചത്തിലിരുന്ന പെട്ടകം യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുപോയപ്പോൾ ജയത്തിന്റെ ആഘോഷമായി എടുത്ത അടയാളം.
അടയാളം കൊണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ കയറ്റിയതേ ഓർമ്മയുള്ളൂ. പിന്നെ ദാഗോന് നിലനിൽക്കാൻ പറ്റുന്നില്ല. ജയിച്ചതിന്റെ അടയാളമായിട്ട് കൊണ്ടുവന്നതാണ്. ഒരു രാജ്യം ഒരു രാജ്യത്തെ ജയിച്ചാൽ ആ രാജ്യത്തിന് ഏറ്റവും വിലയുള്ളതേ കൊണ്ടുവരത്തുള്ളൂ. ഒന്നുകിൽ ആ രാജ്യത്തിന്റെ രാജാവിനെ പിടിച്ചുകൊണ്ട് വരും. എന്തിനാണ്? ഞങ്ങൾ അതിനെ ജയിച്ചു എന്നതിന്റെ അടയാളം. അങ്ങനെയാണ് ഫിലിസ്തീയർ ഇസ്രായേലിനെ ഇന്ന് വരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പെട്ടകത്തെ എടുത്തുകൊണ്ട് വന്നത്. അവർ വിചാരിച്ചു ഇതൊരു പെട്ടിയാണെന്ന്, അവർ വിചാരിച്ചു ഇതൊരു ബോക്സ് ആണെന്ന്. അതുകൊണ്ട് അവരിത് കൊണ്ടുവന്ന് ആഘോഷത്തോടെ കൊണ്ടുവന്ന് അവരുടെ ദേവനായ ദാഗോന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ പറഞ്ഞു, ഞങ്ങളെ ഇത്രയും കാലം തോൽപ്പിച്ച ആ ഇസ്രായേലിനെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, അവരെ വിജയിപ്പിച്ച ആ പെട്ടകം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ദാഗോനെ, ഇതാ ഞങ്ങൾ ഇത് നിനക്ക് നേർച്ചയായി തരികയാണ്. ദാഗോന് വായുണ്ടായിരുന്നെങ്കിൽ, ദാഗോന് സംസാരിക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ദാഗോൻ പറഞ്ഞേനെ, എടുത്തോണ്ട് പോയിനടാ, മര്യാദയ്ക്ക് ഞാൻ ഇവിടെ നിന്നതാണ്, നീയൊക്കെ എന്താ എടുത്തോണ്ട് വന്നെന്ന് നിനക്ക് പോലും അറിയത്തില്ല, അതിവിടെ വയ്ക്കല്ലേ, അതിവിടെ. ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലേ? കൺവെൻഷൻ നടന്നതിന് ശേഷം ദേശത്തിരുന്ന സാധനം കാണാനില്ലെന്ന് ആർക്ക്? നമുക്ക് മനസ്സിലായില്ല, അവർക്ക് മനസ്സിലായി. ഇവിടെ 21 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോ വീട്ടിലിരുന്ന പിശാചിനെ കാണാനില്ലെന്ന് അഭിഷക്തന്മാർ ദേശത്ത് ഇറങ്ങി നടന്നു പോയപ്പോ ആ നാട്ടിൽ കാലങ്ങൾ കൊടുകുത്തി വീണ പല അജ്ഞതകളും ഇല്ലെന്ന്. ഇതൊന്നും ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദേശത്തിറങ്ങിയ, ഈ ദേശത്ത് വ്യാപരിക്കുന്ന സകല കെട്ടുകഥകളും അഴിഞ്ഞു പോകും. പെട്ടകം കൊണ്ട് വച്ചപ്പോ ദാഗോന് നിലനിൽക്കാൻ പറ്റുന്നില്ല, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ തൊഴാൻ വന്ന് വാതിൽ തുറപ്പം ദാഗോനെ കാണാനില്ല. പെട്ടകം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ ദാഗോൻ എവിടെ കിടക്കുക എന്നറിയോ? പെട്ടകത്തിന് മുമ്പിൽ കിടക്കുക. അതൊക്കെ ഒന്ന് കണ്ടേ, ബൈബിൾ അറിയാവുന്നവരൊന്ന് കാണ്, കേൾക്കാനിരിക്കാതെ കാണ്. കൊണ്ടുവച്ചപ്പോ എങ്ങനായിരുന്നറിയോ? ദാഗോൻ ഇങ്ങനെ നിൽക്കുന്നു, പെട്ടകം ഇതുപോലെ ഇരിക്കുന്നു. കൊണ്ടുവച്ചപ്പോ ഇങ്ങനെ അടച്ചിട്ട് പോയ സെക്കൻഡ് ദാഗോൻ വീണു. ഇപ്പൊ എങ്ങനാന്നറിയോ? പെട്ടകം ഇങ്ങനെ നിൽക്കുന്നു, ദാഗോൻ വീണു കിടക്കുന്നു. കാരണം ഇത് തേജസ്സാണ്, ഇത് തേജസ്സാണ്, ഇത് ദൈവത്തിന്റെ തേജസ്സാണ്. അതിറങ്ങിയോ, അത് ചലിച്ചാൽ, അത് തുറന്നാൽ വിശ്വസിക്കേ. അടുത്ത പ്രഭാതത്തിൽ എല്ലാരും കൂടെ വന്ന് ദാഗോനെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. അയ്യോ, എന്തോ ഒരു ഗതികേട്, മനുഷ്യൻ ദൈവത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്തോ ഒരു ഗതികേട്, മനുഷ്യൻ ദൈവത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ഗതികേടി കിടന്ന ഒരാളാണ് ഞാൻ. ആ ഗതികേടിൽ നിന്നാണ് ഈ സത്യം എന്നെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കരമടിച്ച് സ്വീകരിക്ക്. ഇത് മനുഷ്യൻ ദൈവത്തെ ഉയർത്തി നിർത്തുന്നതല്ല, ദൈവം മനുഷ്യനെ ജീവിപ്പിച്ചതാണ്. ദൈവപ്രസാദത്തിന് വേണ്ടി മനുഷ്യൻ വിരൂപനായതല്ല, ദൈവപ്രസാദത്തിന് വേണ്ടി മനുഷ്യൻ രക്തം കൊടുത്തതല്ല. മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കനും നീതിമാനും ദൈവത്തിന്റെ പുത്രനും പുത്രിയുമാക്കാൻ ദൈവം ജീവൻ അർപ്പിച്ച നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം, ദാഗോൻ നിവർന്നു നിന്നിട്ടില്ല. അവന്റെ ഹെഡ് ഒടിഞ്ഞുപോയി, അവന്റെ ഹാൻഡ് ഒടിഞ്ഞുപോയി, വീണു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതോറിറ്റി ആൻഡ് പവർ, ശക്തിയും അധികാരവും ഒടിഞ്ഞു വീണു. തേജസ്സിന്റെ മുമ്പിൽ ദാഗോന്റെ ശക്തിയും അധികാരവും ഒടിഞ്ഞു വീണെങ്കിൽ, അമ്മമാരെ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ, അഭിഷക്തന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ ദാഗോന്മാരുടെ അധികാരവും ശക്തിയും നിങ്ങളുടെ കാൽ കീഴിൽ ഒടിഞ്ഞു വീഴാൻ പോകുന്നു. ആ ശുശ്രൂഷകൾക്ക് തയ്യാറാകുക, ആ പ്രവചനങ്ങൾക്ക് തയ്യാറാകുക, ആ മിനിസ്ട്രിക്ക് തയ്യാറാകുക. ആ ആത്മശക്തിയെ Jesus, 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 Jesus. Lampe roba saite robaya. Lebre sekodia lava. ഇന്ന് രാത്രി ദേശത്ത് അങ്ങനെ ചിലത് സംഭവിക്കുന്നു. ദൈവ ശുശ്രൂഷകൾക്ക് തടസ്സമായി അഭിഷക്തന്മാർ ശോഭിക്കാതിരിക്കാൻ, ഈ ദേശത്തിലെ ദൈവദാസന്മാരുടെ ശുശ്രൂഷ ശോഭിക്കാതിരിക്കാൻ, വെളിപ്പാടിൽ ശുശ്രൂഷിക്കാതിരിക്കാൻ, സഭകൾ ജ്വലിക്കാതിരിക്കാൻ ഇവിടെ ആരോ പണിതു വച്ച ദാഗോന്മാർ, അവരുടെ മുമ്പിൽ നിനക്കൊന്നുകൂടെ ഒന്ന് കത്താൻ പറ്റുമെങ്കിൽ, നിനക്കൊന്നുകൂടെ ഒന്ന് തീയാനാൻ പറ്റുമെങ്കിൽ,
നിങ്ങൾക്കൊന്നുകൂടെ ആ തേജസ്സിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഞാനിത് പറയുമ്പോൾ പല വീടുകളിലും ദൈവപ്രതി സംഭവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ ആ വീട്ടിൽ ഒരിക്കൽ കൂടെ കാല് വെക്കുമ്പോ പറയണം, എന്റെ വീട്ടിലെ ദാഗോനിന് നിൽക്കാൻ പറ്റത്തില്ല, എനിക്കെതിരെ നിന്ന് ദാഗോനിന് നിൽക്കാൻ കഴിയില്ല. അവന്റെ ഹെഡ് ഒടിയും, അവന്റെ ഹാൻഡ് ഒടിയും. കാരണം ഞാൻ ധരിച്ചത് മതമല്ല, ദൈവം ആദാമിനെ ധരിപ്പിച്ചത് തേജസ്സാണ്. ദൈവം മനുഷ്യനെ ധരിപ്പിച്ചത് തേജസ്സാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യനെ ഭൂമിക്ക് കൊടുക്കാൻ വേണ്ടി. ജോബിൻ, നീ അങ്കമാലിയിൽ വരാൻ വേണ്ടി നിന്റെ ഡ്രസ് നീ ചേഞ്ച് ചെയ്തു. ഒരിക്കലും ഈ ഷർട്ട് നിന്റെ മേൽ ചാടിക്കയറിയതല്ല, ആണോ? നീ ഷർട്ടിനെ എടുത്ത് ധരിച്ചതാണ്. നിങ്ങൾ ധരിച്ച സാരി നിങ്ങളിൽ ചാടിക്കയറിയതാണോ? അല്ല. ഈ ഭൂമിയിൽ വാഴുന്നൊരു മനുഷ്യനെ കൊണ്ടുവരാൻ, ഈ ഭൂമിയിൽ അവനെ നിലനിർത്താൻ, ഈ ഭൂമിയുടെ ഒരു നിയമവും ഒരു അവസ്ഥയും ദൈവത്തിന് എടുക്കണം. അതിനവൻ ഈ ഭൂമിയെ എടുത്തു. ആ ഭൂമിയിലേക്ക് ദൈവം ശ്വസിച്ചു. ദൈവത്തിന്റെ മകൻ വന്നത് ദൈവത്തിൽ നിന്നാണ്. ആശ്വാസമായിരുന്നു ആദാം, ആശ്വാസമായിരുന്നു ആദാം. ആ ആദാമിനെ ദൈവം ഭൂമിക്ക് കൊടുത്തു. ഞാൻ ആ സത്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ആദാമിനെ ഭൂമി നെടുത്തെന്നല്ല, ആദാമിനെ ഭൂമിക്ക് കൊടുത്തെന്ന. ഇവർക്ക് മനസ്സിലാവൂ? എന്നാലും മനസ്സിലാകട്ടെ. നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ മണ്ണാണ്, ഞാൻ മണ്ണിലോട്ട് പോകുന്ന. ഞാനത് പറയില്ല. ഞാൻ മകനാണ്, ഞാൻ അപ്പനിലേക്ക് പോകും. ഞാൻ സുവിശേഷത്തിന്റെ സത്യം പറയാൻ വന്നയാളാണ്. ഞാനൊരു മതത്തിന്റെയും കാവൽക്കാരനല്ല, ഞാനൊരു പാരമ്പര്യത്തിന്റെയും സെക്യൂരിറ്റി അല്ല. ഐ ആം എ റിവീലർ ഓഫ് ദ ട്രൂത്ത്. ഞാൻ സത്യത്തെ വെളിപ്പെടുത്തുന്നവനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വേണമെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ മണ്ണാണ്, ഞാൻ മണ്ണിലേക്ക് പോകും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എപ്പോഴാ ദൈവം പറഞ്ഞ മനുഷ്യ നീ പൊടിയാന്ന്? എപ്പോഴാന്നറിയോ? അവൻ വീണുപോയതിനു ശേഷമാണ്. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, ദൈവമാക്കി വെച്ച സ്ഥലം നഷ്ടപ്പെട്ടപ്പോൾ, അവന് തോട്ടം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവം വച്ച പൊസിഷൻ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, വീണുപോയ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, അനുസരണക്കേട് കാണിച്ച മനുഷ്യനെ നോക്കി ദൈവം പറഞ്ഞു, റൈറ്റ് നൗ യു ആർ നോട്ട് മൈ സൺ, യു ആർ ഡെസ്റ്റ്. പക്ഷേ നിന്നെ മകനാക്കാൻ എന്റെ മകൻ വരും. 5 കിലോ വെള്ളിയും 101 പവൻ സ്വർണവും അല്ല അരവിന്ദ് മോഹനെ മകനാക്കാൻ പിതാവ് കൊടുത്തത്. വെള്ളിയും പൊന്നും തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിർമ്മലവുമായ തന്റെ പുത്രന്റെ രക്തം കൊണ്ട് എന്നെ തിരിച്ചു വാങ്ങിയെങ്കിൽ, മകനെയാണ് കൊടുത്തതെങ്കിൽ എന്റെ ദൈവം വാങ്ങിയത് മകനെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഞാൻ മണ്ണല്ല, ഞാൻ മകനാണ്. അതാണ് ലേഖനങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിച്ചത്. ക്രിസ്തുവിന്റെ അതേ സാദൃശ്യമായി ഒരു പ്രതിമ, ക്രിസ്തുവിന്റെ പ്രതിമ എങ്ങനെയാണ് അതുപോലെ ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നമ്മയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സുവിശേഷം അകത്തു കയറിയ മനുഷ്യൻ പറയും, ഞാൻ മണ്ണല്ല, ഞാൻ മകനാ. ഞാൻ മകനാണെങ്കിൽ എനിക്ക് പോകേണ്ട സ്ഥലം മണ്ണല്ല, അപ്പനാണ്. കരമടിച്ചു കർത്താവിന് സ്തുതിച്ചോ. ഞാൻ മകനും മകളുമാണ്, ഞങ്ങൾ പിതാവിലേക്ക് പോകും. ഈ നിയമങ്ങൾ, ഈ സമയങ്ങൾ, ഈ കാലാവസ്ഥകൾ, ഈ ഗ്രഹനിലകൾ ഇത് പഠിച്ചെഴുതിയ ജോത്സ്യൻ എഴുതിക്കൊണ്ട് വന്നപ്പോൾ എല്ലാ നിയമങ്ങളും തെറ്റിപ്പോയി, എല്ലാ നിയമങ്ങളും പാറിപ്പറഞ്ഞു. അവൻ ശാപമായി കയറി. എന്റെ വീട്ടുകാർ അത് വിശ്വസിച്ചു. 7-ാമത്തെ വയസ്സിൽ അപ്പൻ പോയി, ശാപത്തിന്റെ പ്രഹരം. 8-ാമത്തെ വയസ്സിൽ കുടുംബം പോയി, ശാപത്തിന്റെ പ്രഹരം. ഒരമ്മ 2 മക്കളെയും കൊണ്ട് ട്രിവാൻഡ്രം പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞു, യാചിച്ചു. എല്ലാവരും അടിച്ചിറക്കി. ജീവിക്കാൻ കഴിയാതെ, ഭക്ഷണമില്ലാതെ,
യാചിച്ച് അവസാനിച്ച് രക്തം കൊടുത്ത് ആരാധിച്ചു, ശൂലം കുത്തിയിറക്കി ആരാധിച്ചു. എന്തിനാണെന്നറിയോ? എനിക്കൊരു മോചനമുണ്ടോ? ആർക്കും എനിക്ക് മോചനം പറയാൻ കഴിഞ്ഞില്ല, ആർക്കും എനിക്കൊരു ആശ്വാസം പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്റെ 17ാമത്തെ വയസ്സിൽ ഒരു വെള്ള സാരി കൊടുത്ത 65 വയസ്സുള്ള ഒരു അമ്മച്ചി, അവൻ റോഡിലൂടെ പോയ അമ്മച്ചി എന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ എന്റെ വീടിന്റെ മുറ്റത്ത് കയറി മുറ്റത്ത് നിന്ന് എന്നോട് പറഞ്ഞു, നിന്നെ യേശു വിടുവിക്കും. ഒരു പാവപ്പെട്ട അമ്മച്ചി, അധികാരത്തോടെ ശക്തിയോടെ വെളിപ്പാടുള്ള ഒരു അമ്മച്ചി, അഭിഷേകമുള്ള ഒരു അമ്മച്ചി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് വിടുതലുണ്ട്. ദൈവം ചിലരെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ബൈബിൾ മുഴുവൻ പഠിച്ചു നോക്കിക്കോ. ദൈവം ഒരു മനുഷ്യനെ വിടുവിക്കാൻ സമയമാകുമ്പോൾ ദൈവം ആ മനുഷ്യനെ വിടുവിക്കാൻ അയക്കുന്നത് മനുഷ്യനെയാണ്. ഈജിപ്തിലെ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവത്തിനൊരു ദൂതനെ അയച്ചാൽ മതിയായിരുന്നു. ശ്രദ്ധിക്കൂ, ഒരു ദൂതൻ പോയാൽ മതി. പക്ഷെ 80 വർഷം ദൈവം ഒരു മനുഷ്യനെ കാത്തിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ ഒന്നുകൂടെ വായിച്ചു നോക്കിക്കോ. ഒരു ജനതയെ വിടുവിക്കാൻ, ഒരു മനുഷ്യനെ വിടുവിക്കാൻ, ഒരു നിനവയെ വിടുവിക്കാൻ ദൈവത്തിനൊരു ദൂതനെ ഇറക്കി പ്രവചിച്ചാ പോരെ? പക്ഷെ ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്, ദൈവത്തിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ദൈവത്തിന്റെ മനുഷ്യൻ ആരാന്നറിയോ? നമ്മളെ ദൈവം എന്തിനാ ഇവിടെ അഭിഷേകം ചെയ്ത് അയച്ചെന്നറിയോ? ഈ ദേശത്തിലെ മനുഷ്യരെ വിടുവിക്കാൻ. ആമേൻ പറയേ. തകർന്നു കിടക്കുന്ന തലമുറകളെ വിടുവിപ്പാൻ, ഈ ദേശത്തിലെ കുടുംബങ്ങളെ മോചിപ്പിക്കാൻ, മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കാൻ, ലോകം വച്ച മുഖത്തെ ഒടിക്കാൻ ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവം അഭിഷേകം ചെയ്ത മനുഷ്യൻ, ദൈവം വെളിച്ചമാക്കിയ മനുഷ്യനെ, അത് നമ്മെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ആ മനുഷ്യനെ ദൈവം അയക്കും. ഈ രാത്രി ഇവിടെ കൂടിയ പലരെയും വിടുവിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഒരമ്മച്ചി എന്റെ കുടുംബത്തിലേക്ക് അയച്ചു. ഒരമ്മച്ചി എന്റെ വീട്ടിലേക്ക് വന്നു. അന്നാണ് ഞാൻ യേശു എന്ന് കേൾക്കുന്നത്. പക്ഷെ അമ്മച്ചി പറഞ്ഞ ആ വാക്ക്, അതാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. യേശുവിലുള്ള വിശ്വാസമല്ല എനിക്ക് വന്നത്, അമ്മച്ചിയിലുള്ള വിശ്വാസമാണ്. കാരണം യേശു ആരെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ അമ്മച്ചി പറഞ്ഞപ്പോ, നീ എന്റെ ചർച്ചിൽ വന്നാൽ നിനക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അമ്മച്ചിയിൽ ഒരു വിശ്വാസം വന്നു. വിശ്വാസികളോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അഭിഷക്തന്മാർ നിങ്ങളോട് പറയുന്ന ദൂത് നിറവേറണമെങ്കിൽ പറഞ്ഞ ദൈവത്തെയും വിശ്വസിക്കണം, നിങ്ങളോട് ആ ദൂത് പറഞ്ഞ പാസ്റ്ററേയും വിശ്വസിക്കണം. ഇത് ദൂതും കേട്ട് വീട്ടിൽ പോയിട്ട് പറയും പാസ്റ്റർ കള്ളനാണ്, നിന്റെ ജന്മത്തിൽ അത് നടക്കുന്നു. നിന്നെ ശുശ്രൂഷിച്ച അഭിഷക്തനെ നീ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രവചനം നിന്റെ വീട്ടിൽ നടക്കത്തില്ല. ഇനി കേട്ടില്ല, പറഞ്ഞില്ല, കണ്ടില്ല എന്നൊന്നും കേൾക്കരുത്. ദൈവത്തിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. നീ ചാടുന്ന പോലെ അല്ല ദൈവം ചാടുന്നേ, കേട്ടോ. നമ്മുടെ പൊട്ടബുദ്ധിക്കിരിക്കുന്ന ആളല്ല ദൈവം. ദൈവം ഒരു മനുഷ്യനെ നിന്റെ വീട്ടിൽ അയച്ചാൽ, ദൈവം ഒരു അഭിഷക്തന്റെ കൈക്കീഴിൽ നിങ്ങളെ കൊണ്ടുവച്ചാൽ ആദ്യം അയാളെ ബഹുമാനിക്കാൻ പഠിക്കുക. ചിലപ്പം നിങ്ങളെ പോലെ കഴിവ് കാണത്തില്ലായിരിക്കും, പക്ഷെ ആ മനുഷ്യൻ മനസ്സറിഞ്ഞ് നിന്നെ നോക്കി ഒന്ന് സന്തോഷിച്ചാൽ നീയും നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറുമെന്ന് മനസ്സിലാക്കുക. ആ മനുഷ്യന് പ്രസംഗിക്കാൻ വലിയ കഴിവ് കാണത്തില്ല, പക്ഷെ നിനക്ക് വേണ്ടി ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരൊഴുകിയാൽ അത് നിന്റെയും നിന്റെ 10 തലമുറയുടെ വിടുതലാന്ന് മനസ്സിലാക്കിക്കോ. ഒന്ന് ഞാൻ പറയാം, ദൈവം അയക്കുന്ന അഭിഷക്തന്മാരെ ഡിസോണർ ചെയ്യരുത്. ദൈവം അയക്കുന്ന അഭിഷക്തന്മാരുടെ ശബ്ദത്തെ അവഗണിക്കരുത്. നിങ്ങൾ അവരെ അവഗണിച്ചാൽ, അവരുടെ ശബ്ദം അവഗണിച്ചാൽ അവരുടെ ശുശ്രൂഷ ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനമാകുകയില്ല. അമ്മച്ചിയുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞാൻ യേശുവിനെ വിശ്വസിച്ചു. ഞാൻ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ ആരാധിച്ചതിന് ശേഷമാണ് കഷ്ടതകൾ വർദ്ധിച്ചത്. തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അമ്മയെയും പെങ്ങളെയും പോറ്റാൻ ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് പണിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. അന്ന് നിങ്ങളെ പോലെ കൺവെൻഷന് ഞാൻ വന്നിരിക്കും. വരുന്ന ദേവദാസൻ എന്നെ എഴുന്നേൽപ്പിക്കും, ഫ്രണ്ടിൽ കൊണ്ടുവരും, എന്നിട്ട് പറയും, നീ ആയിരങ്ങൾക്കൊരത്ഭുതമാണ്. എന്റെ പ്രാർത്ഥന അതൊന്നുമല്ല. എനിക്ക് നാളെ എങ്ങനെ ആഹാരം കിട്ടും, എന്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെ ജീവിപ്പിക്കാം. പെന്തക്കോസിൽ പോയി എല്ലാം തകർന്നതേ ടാറുപണിക്കാരനായി എന്ന് കുടുംബക്കാർ കളിയാക്കുന്ന കളിയാക്കലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എനിക്കത്രേ പ്രാർത്ഥനയുള്ളൂ. പക്ഷെ എന്നെ വിളിച്ച ഒരു അഭിഷക്തനും
എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി പറഞ്ഞില്ല. പകരം എന്നെ വിളിച്ച ദൈവം എന്താണ് എന്നെ കുറിച്ച് കണ്ടിരുന്നത് അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനും അതും തമ്മിൽ ഒരു സാധ്യതയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു. എന്ന് വിശ്വസിച്ചോ അതിലേക്ക് ദൈവം എന്നെ വളർത്താൻ തുടങ്ങി. ഏതു പട്ടണത്തിൽ നശിച്ച് ഒരു റോഡ് പണിക്കാരനായി കിടന്നോ ആ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവം എന്റെ ചർച്ച ഉയർത്തി. ഒറ്റയ്ക്ക് ഒരു യാചകനെ പോലെ തകർന്നു കിടന്ന ആ സിറ്റിയിൽ ഒരു സൈന്യവുമായി ചലിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞോട്ടെ, ഇത് അരവിന്ദിന്റെ അനുഭവം മാത്രമല്ല, അടുത്തത് നീയാണ്. പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ സമയം മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഇൻട്രഡക്ഷൻസുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. അർത്ഥം ഇത് ഗുഡ് ഫ്രൈഡേ ആണ്. ഒരു 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞത്, നീ മരിക്കരുത്, നീ ഭരിക്കണമെന്നാണ്. പക്ഷെ ആ മനുഷ്യൻ മരിച്ചു. അപ്പോൾ എന്താണ് മരണം? നിന്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്നും ജീവൻ പോകുന്നതല്ല മരണം. ഫിസിക്കൽ ബോഡിയിൽ നിന്നും ശ്വാസം പോകുന്നതല്ല മരണം. ശ്വാസകോശം നിലയ്ക്കുന്നതല്ല മരണം. ഹൃദയത്തിന്റെ ഇടുപ്പ് നിലയ്ക്കുന്നതല്ല ബൈബിളിന്റെ മരണം. ബൈബിൾ ദൈവം ആദാമിനോട് പറഞ്ഞു, നീ എന്ന് അനുസരണക്കേട് കാണിക്കുമോ അന്ന് നീ മരിക്കും. പക്ഷേ ഫിസിക്കലി ആദാം മരിച്ചില്ല. എന്നാൽ അവന്റെ മേൽ ദൈവം ധരിപ്പിച്ച തേജസ് നഷ്ടപ്പെട്ടു. ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു. ദൈവിക ചലനത്തിൽ, ദൈവിക സിസ്റ്റത്തിലെ മരണം നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ഡെത്ത് അല്ല, നീ ദൈവത്തിൽ നിന്ന് പോകുന്നതാണ്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് പോകുന്നതാണ്. ദൈവം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നതാണ്. അതാണ് മരണം. ആ മരണം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം മരിക്കും ബ്രദർ. ആ മരണം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ആസ്വദിക്കാൻ തന്നതെല്ലാം നിങ്ങൾക്ക് മുഖമായി മാറും. നിങ്ങൾക്ക് ദൈവം അനുഭവിക്കാൻ തന്നതെല്ലാം നിങ്ങൾക്ക് ബാധ്യതയായി മാറും. കാരണം ഒരു മരണം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇതാ, ഒരു മകൻ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണ്ട, എന്റെ സ്വത്ത് എല്ലാം എനിക്കിതാ, ഞാൻ പോയി അനുഭവിച്ചോട്ടെ. അപ്പൻ കൊടുത്തുവിട്ടു, പോയി എല്ലാം അടിച്ചു പൊളിച്ചു ജീവിച്ചു. പക്ഷെ അവൻ അറിയാത്തൊരു സത്യമുണ്ട്. അവൻ പറഞ്ഞു, ഇനി എനിക്ക് അപ്പൻ വേണ്ട. അപ്പൻ എന്നവന് നഷ്ടപ്പെട്ടോ അവന് ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം ഇതാണ്, എന്റെ മകൻ മരിച്ചവനായിരുന്നു. അത് ഫിസിക്കൽ ഡെത്ത് അല്ല, അത് സ്പിരിച്വൽ ഡെത്ത് ആണ്. അപ്പനെ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ആ മകൻ തിരിച്ചു വന്നപ്പോൾ ഈ അപ്പൻ പറഞ്ഞ വാക്കുണ്ട്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചു. എങ്ങനെയാ മരിച്ചവൻ ജീവിക്കുന്നത്? എവിടെയാണോ നീ ജനിക്കപ്പെട്ടത്, എന്തിലാണോ നീ ജനിക്കപ്പെട്ടത്, നീ ആത്മാവിൽ ജനിക്കപ്പെട്ടവനാണ്. നീ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ടവനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ സകലതും പുതുതാകുകയാണ്, പഴയത് കഴിഞ്ഞു പോവുകയാണ്. എപ്പോൾ അതിലേക്ക് വീണ്ടും ചേരുന്നുവോ അപ്പോൾ നിങ്ങൾ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മരണം ദൈവത്തിൽ നിന്നുള്ളൊരു നഷ്ടമാണ്. എന്നാൽ ആറാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, മരിക്കരുതെന്ന് ദൈവം പറഞ്ഞ മനുഷ്യൻ, ഭരിക്കണമെന്ന് ദൈവം പറഞ്ഞ മനുഷ്യൻ, വാഴാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ പിശാചിന്റെ തന്ത്രങ്ങളിൽ മരിച്ചുപോയി. ഒരാറാം ദിവസം ദൈവത്തിന്റെ മനുഷ്യൻ, 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട ആദാം ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇതാ ഒരു 6-ാം ദിവസം, ഇതാ ഒരു വെള്ളിയാഴ്ച, ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ മരിച്ച ആദാമിന്റെ സന്തതികളെ വീണ്ടും ജീവിപ്പിക്കാൻ ഒരു 6-ാമത്തെ ദിവസം, ഒരു വെള്ളിയാഴ്ച കാൽവരിയിലേക്ക് വീണ്ടും വരികയാണ്. അവിടെ യേശു മരിച്ചപ്പോൾ സത്യത്തിൽ യേശു അല്ല മരിച്ചത്, മരണം മരിക്കുകയായിരുന്നു. മരണം മരിച്ചു എന്നതിന്റെ അടയാളമാണ് വിശുദ്ധന്മാരെ തുറന്ന കല്ലറ. ജീവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറ തുറന്ന യേശുവിനെയാണ് ഹെരോദാവ് ഒരു കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ നോക്കുന്നത്. ഹെരോദാവേ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. ഇദ്ദേഹം പ്രാണനെ വിട്ടുകൊടുത്തപ്പോ തന്നെ ഇവിടെ ഒരുപാട് കല്ലറ തുറന്നു. പ്രാണനെ
വിട്ടുകൊടുത്തപ്പോ കല്ലറ അടഞ്ഞവനല്ല ഇത്, കല്ലറ തുറന്നവനാണിത്. ഇദ്ദേഹത്തെ നീ ഒരു കല്ലറയ്ക്കകത്തിടാൻ നോക്കിയാൽ, ഒരു ഇമ്പീരിയൻ മുദ്ര അടിക്കാൻ നോക്കിയാൽ, ഒന്ന് ഞാൻ പറയാ, ഇനി ആ കല്ലറ അടയത്തില്ല, ഇനി ആ കല്ലറയിൽ ഒരു അടക്കം നടക്കത്തുമില്ല. ഇത് മരണം മരിച്ച ദിവസമാണ്. ഞാൻ നിർത്തട്ടെ.